അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. പ്രശസ്ത മാപ്പിളപ്പാട്ട് ഗായകനായിട്ടുള്ള ഷാഫി കൊല്ലം അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗം ഈയിടെ കുറച്ച് ചർച്ച ചെയ്യപ്പെട്ടു. സർവ്വമത സത്യവാദിയായിട്ടുള്ള CH മുസ്തഫയുടെ വേദിയിൽ EA ജബ്ബാറിനെ പോലെയുള്ള ഇസ്ലാം വിമർശകരും ഇസ്ലാം വിരോധികളുടെയൊക്കെ അവരൊക്കെ ഉള്ളൊരു സദസ്സിൽ ഇസ്ലാമിനെക്കുറിച്ചും ഖുർആാനിനെക്കുറിച്ചും അതുപോലെ തന്നെ മതത്തെക്കുറിച്ചും മതനവീകരണത്തെക്കുറിച്ചുമെല്ലാം അദ്ദേഹം നടത്തിയിട്ടുള്ള ചില പരാമർശങ്ങൾ. അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേട്ടപ്പോൾ ഒരു സത്യാന്വേഷി എന്ന നിലയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം അന്വേഷിക്കുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം മനസ്സിലാക്കിയിട്ടുണ്ട്. ചിലതിനോട് നമുക്ക് വിയോജിപ്പുകളുണ്ട്, ചിലതിനോട് പൂർണ്ണമായ യോജിപ്പുകളുമുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ചർച്ച ചെയ്യാം, അതിനോടൊന്ന് റിയാക്ട് ചെയ്യാമെന്നാണ് ഈ ഒരു വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. അദ്ദേഹം പറഞ്ഞ പല കാര്യങ്ങളും വളരെ വാലിഡാണ്, പല കാര്യങ്ങളും അദ്ദേഹം തെറ്റിദ്ധരിച്ചോ അല്ലെങ്കിൽ അറിവില്ലായ്മ കൊണ്ടോ പറഞ്ഞതാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഏതായാലും അദ്ദേഹത്തിൻ്റെ ആ സംസാരത്തിലൂടെ നമുക്കൊന്ന് ഓടിച്ചു പോകാം എന്നാണ് വിചാരിക്കുന്നത്. അദ്ദേഹം പറയുന്ന ഒരു കാര്യം, അദ്ദേഹം തുടങ്ങുന്ന ഒരു കാര്യം തന്നെ വാക്കുകൾ ദുരുപയോഗം ചെയ്യപ്പെടുന്ന കാര്യങ്ങളെക്കുറിച്ചാണ്. പല വാക്കുകളെക്കുറിച്ചും അതിന് ഇല്ലാത്ത അർത്ഥതലങ്ങൾ കൊടുത്ത് അതിനെ ദുരുപയോഗം ചെയ്യുന്നതിനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു തുടങ്ങുന്നുണ്ട്. ആ ഭാഗം കേട്ട് നമുക്ക് തുടങ്ങാം. ദുരുപയോഗം ചെയ്യപ്പെടുന്ന വല്ലാത്തൊരു കെട്ടകാലത്ത് നമ്മളുള്ളത്. ഒരു വാക്കിന് പല തരത്തിൽ അവരവർക്ക് ബോധ്യപ്പെട്ട അഭിപ്രായങ്ങളൊക്കെ പറയാൻ പറ്റും. പക്ഷെ പറയപ്പെടുന്നത് നീതിബോധത്തോടു കൂടിയാണോ എന്ന പുനർപരിശോധന വലിയ അറിവുണ്ടെന്ന് നടിക്കുന്ന ആളുകളിൽ നിന്ന് പോലും വളരെ പ്രയാസകരമായ രീതിയിൽ അനുഭവപ്പെടുന്നുണ്ട്. അത് അവർ പുനർവിചിന്തനം നടത്തണം. സമൂഹത്തിന് ഉപകരിക്കുന്ന കാര്യങ്ങളാണോ, ആ രീതിയിലേക്കാണോ അറിവ് തേടി വരുന്ന ആളുകൾക്ക് അറിവുണ്ടെന്ന് പറയുന്നവർ പറഞ്ഞു കൊടുക്കുന്നത് എന്നുള്ള ദുരവസ്ഥയിൽ നിന്നുകൊണ്ടാണ് ഞാൻ എൻ്റെ പാട്ടിൽ ഞാൻ എന്താണ് ഉദ്ദേശിച്ചത്, അല്ലെങ്കിൽ എൻ്റെ മരണശേഷം അത് വേറെ രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടും. അത് നമ്മൾ അനുഭവിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ടല്ലോ. അതിൻ്റെ ദുരവസ്ഥ എത്രത്തോളം ഭീകരമാണ്. വളരെ നല്ലൊരു കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. പ്രത്യേകിച്ചും കൃത്യമായൊരു സദസ്സിലാണ് അദ്ദേഹം ഈ ഒരു അഭിപ്രായം പറഞ്ഞിട്ടുള്ളതിൽ വളരെ സന്തോഷമുണ്ട്. കാരണം EA ജബ്ബാറിനെ പോലെയുള്ള ആളുകളൊക്കെ മുന്നിലിരിക്കുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് വാക്കുകൾ ദുരുപയോഗം ചെയ്യപ്പെടുക, അത് നിരന്തരമായി നടന്നുകൊണ്ടിരിക്കുന്ന, അതിൻ്റെ ഭവിഷ്യത്തുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് പോകുന്നത്. തീർച്ചയായും അദ്ദേഹം പറയുന്നത് ഒരു പക്ഷേ EA ജബ്ബാറിൻ്റെ മുഖത്ത് നോക്കിയിട്ടാണോ എന്ന് പോലും എനിക്ക് സംശയമുണ്ട്. കാരണം മഹർ എന്നുള്ളത്, പിന്നെ വിവാഹവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പുരുഷൻ സ്ത്രീക്ക് കൊടുക്കുന്ന ഒരു കാര്യം, ആ ഒരു വിവാഹ മൂല്യം, അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത് വ്യഭിചാരത്തിനുള്ള കൂലിയാണ് എന്നതടക്കം പറഞ്ഞുകൊണ്ട് ഒരു വാക്കിനെ ഇല്ലാത്ത അർത്ഥം കൊടുത്തുകൊണ്ട് വ്യാഖ്യാനിക്കുന്ന ആളുകൾ, അതുപോലെ തന്നെ പലതരത്തിൽ ഇസ്ലാമുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പല ടേംസിനെയും വളരെ മോശമായ അർത്ഥം നൽകിക്കൊണ്ട് സമൂഹത്തിൽ അവതരിപ്പിക്കുന്ന ആളുകൾ, അതിനെയൊക്കെ കൃത്യമായി കൊണ്ട് വാക്കുകളെ ദുരുപയോഗം ചെയ്യുന്ന ആളുകളെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു തുടങ്ങിയത് വളരെ നല്ല ഒരു കാര്യമാണ്. കൃത്യമായൊരു സദസ്സിൽ തന്നെയാണ് അദ്ദേഹം പറഞ്ഞത് എന്നുള്ളതിൽ വളരെ സന്തോഷമുണ്ട്. അപ്പോൾ ഇതിൽ അദ്ദേഹം അവസാനം പറഞ്ഞൊരു കാര്യമുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ, എൻ്റെ മരണശേഷം ഞാൻ എന്താണ് പറഞ്ഞത് എന്നുള്ളത് ഞാനാണ്, അല്ലെങ്കിൽ എൻ്റെ സംസാരത്തിൽ നിന്നാണ് അത് ലഭിക്കേണ്ടത്. അദ്ദേഹം പറഞ്ഞ കാര്യം എന്താ വെച്ചാൽ, അദ്ദേഹം പാടിയ പല പാട്ടുകളും അതിനെക്കൊണ്ട് എന്താണ് അദ്ദേഹം ഉദ്ദേശിച്ചത് എന്നുള്ളത് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ തീർച്ചയായും ഷാഫി കൊല്ലം അദ്ദേഹത്തിൻ്റെ പാട്ടുകളിൽ പറഞ്ഞ കാര്യങ്ങൾ എന്താണ് എന്ന് വിശദീകരിക്കേണ്ടതും അത് മനസ്സിലാക്കേണ്ടതും ഷാഫി കൊല്ലം പറഞ്ഞതനുസരിച്ചാണ്. അല്ലാതെ വേറെ ആരും ഷാഫി കൊല്ലത്തിൻ്റെ ഇന്ന പാട്ടിൽ ഇന്ന വാക്കുണ്ട്, അത് ഇന്നതാണ് അർത്ഥമാക്കുന്നത് എന്നല്ല പറയേണ്ടത്, ഷാഫി കൊല്ലമാണ് അത് പറയേണ്ടത്. അതുപോലെ ഖുർആനിൽ, അതുപോലെ തന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാചകങ്ങളിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെന്താണ് എന്ന് വിശദീകരിക്കേണ്ടത് മുഹമ്മദ് നബിയാണ്, അല്ലേ, സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ അതില്ലാതെ മുഹമ്മദ് നബിക്കൊന്നും മനസ്സിലാകാത്ത, അതേപോലെ തന്നെ ഷാഫി കൊല്ലം പറഞ്ഞ കാര്യങ്ങൾ ഏറ്റവും കൃത്യമായി അതിൻ്റെ പൂർണ്ണമായ കാമ്പോടുകൂടി ഉൾക്കൊള്ളാൻ സാധിക്കുന്നത് അത് നേരിട്ട് കേട്ട ഷാഫിയുമായി നേരിട്ട് ഇടപഴകുന്ന ആളുകൾക്കായിരിക്കും. അവർക്കായിരിക്കും അതിൻ്റെ പരിപൂർണമായ അർത്ഥം മനസ്സിലാവുക. അതല്ലാതെ ഷാഫി പാടിയ പാട്ട് വേറെ എവിടുന്നോ കേട്ട് അതിൻ്റെ ഏതെങ്കിലും ഒരു പദം എടുത്തുകൊണ്ട് ആരെങ്കിലും ദുരുപയോഗം ചെയ്യാൻ വരികയാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ തീർച്ചയായും തിരസ്കരിക്കേണ്ടതുണ്ട്. അതുപോലെ അതന്നെയാണ് ഇസ്ലാമിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം പറയുമ്പോൾ, ഒരു ഹദീസ് പറയുമ്പോൾ അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് പൂർണ്ണമായി മനസ്സിലാക്കാൻ സാധിക്കുക മുഹമ്മദ് നബിയുടെ പ്രൈമറി ഓഡിയൻസിനാണ്, അവിടെയുള്ള സ്വഹാബത്തിനാണ്. ആ സ്വഹാബത്ത് മനസ്സിലാക്കിയതാണ് യഥാർത്ഥ മതം, അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ അതിൻ്റെ വ്യാഖ്യാനം എന്നുള്ളത് വളരെ കൃത്യമാണ്. അപ്പോൾ ഇവിടെ പല ആളുകളും വരുന്നതെന്ന് വെച്ചാൽ, മുഹമ്മദ് നബി ഒരു വാചകം പറഞ്ഞിട്ട് ആ വാചകത്തിന് ഇന്ന ഒരു അർത്ഥമുണ്ട്, അതുകൊണ്ട് അതായിരിക്കാം അത് ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് ദുർവ്യാഖ്യാനിക്കുമ്പോൾ അല്ല, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് പറഞ്ഞത് എന്ന് ഒന്നാമതായി വിശദീകരിക്കേണ്ടത് മുഹമ്മദ് നബിയാണ്. രണ്ടാമതായി അത് ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടുള്ളത്, അതിൻ്റെ പരിപൂർണമായി അതിനെ ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടുള്ളത് പ്രൈമറി ഓഡിയൻസ് ആയിട്ടുള്ള, നേരിട്ട് കേട്ടു പഠിച്ചിട്ടുള്ള സ്വഹാബത്തിനാണ്. അവരെങ്ങനെ മനസ്സിലാക്കി, ആ സലഫുകൾ അല്ലെങ്കിൽ ആ മുൻഗാമികൾ അതിനെ എങ്ങനെ മനസ്സിലാക്കി എന്നതായിരിക്കണം നമ്മൾ അവലംബിക്കേണ്ടത് എന്ന് പറയുമ്പോൾ പല ആളുകളും പറയുന്നത് അതൊന്നുമല്ല, അത് ഞങ്ങൾക്ക് തോന്നിയ അർത്ഥം ഞങ്ങൾ പറയും, അല്ലേ, ഞങ്ങൾക്ക് തോന്നിയ അർത്ഥം ഞങ്ങൾ പറയും എന്നൊക്കെ പറയുന്ന ആളുകളുടെ മുമ്പിൽ നിന്ന് തന്നെ. അതുപോലെ തന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം കഴിച്ച, നിക്കാഹ് കഴിച്ച ഒരു സ്ത്രീയെ സമീപിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതോ ഒരു സ്ത്രീയെ ഏതോ ഒരു തോട്ടത്തിൽ വെച്ച് സമീപിച്ചു എന്നൊക്കെ പറയുന്ന ആളുകൾ അവിടെ മുമ്പിലുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ മുമ്പിൽ നിന്നുകൊണ്ട് നിങ്ങൾ അങ്ങനെയല്ല ചെയ്യേണ്ടത്, വളരെ കൃത്യമായി ഓരോ വാക്കുകളെയും ഓരോ കാര്യങ്ങളെയും
ആരാണോ അത് ചെയ്തത് അവർ വിശദീകരിക്കുന്നത് വെച്ചാണ് നമ്മൾ അവലംബിക്കേണ്ടത് എന്നുള്ളത് പറഞ്ഞു കൊടുത്തു തുടങ്ങിയത് വളരെ നന്നായി തുടങ്ങി എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഇസ്ലാമുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാത്രമല്ല, പൊതുവിൽ തന്നെ ഒരാൾ പറഞ്ഞത് എന്താണ് എന്ന് പൂർണ്ണമായ കാര്യം മനസ്സിലാക്കാൻ സാധിക്കുക അവരുടെ നേരിട്ട് കേട്ടിട്ടുള്ള പ്രൈമറി ഓഡിയൻസിനായിരിക്കും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി അദ്ദേഹം പിന്നെ പോകുന്നത് ഈ ഇസ്ലാമുമായി ബന്ധപ്പെട്ടുകൊണ്ടും മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടും പല തെറ്റിദ്ധാരണകൾ, അതുപോലെ തന്നെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ, ഇതിനൊക്കെ അടിസ്ഥാന കാരണങ്ങളിലേക്ക് അദ്ദേഹത്തിൻ്റെതായ പേഴ്സണലായ ഒരു അന്വേഷണങ്ങളിലൂടെയാണ് പോകുന്നത്. അതിൽ ചില കാര്യങ്ങളോട് നമുക്ക് കമൻറ്റ് ചെയ്യാണ്ട്, വേറെ ചില കാര്യങ്ങൾ നമുക്കും അംഗീകരിക്കാവുന്ന ഒരു കാര്യമാണ്. അദ്ദേഹം ഒന്നാമതായി പറയുന്നത് ഷഹാദത്ത് തന്നെ ക്ലിയർ ആയിട്ടില്ല എന്നാണ്. നമുക്ക് ബാക്കി കർമ്മ കാര്യങ്ങളിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ് ഷഹാദത്ത് ആദ്യം ക്ലിയർ ആവണമല്ലോ. അത് ക്ലിയർ ആവാത്തതിൻ്റെ പ്രശ്നമുണ്ട് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. വളരെ സത്യസന്ധമായിട്ടുള്ളൊരു വിലയിരുത്തലായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുകൂടി നിങ്ങൾ കേട്ടോ. അടിസ്ഥാനപരമായിട്ട് കിട്ടേണ്ടത് ഈ ഒന്നാമത്തെ ഷഹാദത്ത് നമുക്ക് എവിടുന്നോ കിട്ടിപ്പോയി എന്ന് വിചാരിച്ചിട്ട് ബാക്കി 4ൻ്റെ പിന്നാലെ എങ്ങനെ കൂടുകയാണ്. ഈ ഒന്നാമത്തത് പൂർത്തീകരിച്ചിട്ടില്ല. അത് മനസ്സുകൊണ്ട് ഉറപ്പിച്ച് നാവ് കൊണ്ട് വെളിവാക്കി പറയണമെന്നാണ്. ഈ മനസ്സുകൊണ്ട് ഉറപ്പിക്കണം എന്നുണ്ടെങ്കിൽ ഇത് പറഞ്ഞ ആളിൻ്റെ ചരിത്രം, ജീവിതം അദ്ദേഹം പറഞ്ഞ പോലെ, ബഹുമാന്യനായ വേങ്ങര സാഹിബ് പറഞ്ഞ പോലെ അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ ജീവിതം, അദ്ദേഹം എന്താണോ ലോകത്തോട് പറഞ്ഞിട്ടുള്ളത് അത് മനസ്സിലാക്കണം. അതുപോലെ മാതൃകാപരമായി ആ പറഞ്ഞതിനനുസരിച്ച് അദ്ദേഹം ജീവിതം നയിച്ചിട്ടുണ്ടോ എന്ന് പഠിക്കണ്ടേ? അപ്പോൾ തീർച്ചയായും അത് വളരെ ക്ലിയർ ആണ്. ഷഹാദത്ത് എന്താണെന്ന് മനസ്സിലാക്കാത്തതിൻ്റെ പ്രശ്നം ഇവൻ മുസ്ലിങ്ങൾക്കും അല്ലെങ്കിൽ ഇസ്ലാമിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന മറ്റുള്ളവർക്കും അതിൻ്റെ ഒരു പ്രശ്നം, ആ ഒരു ലാക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഏകനായ സൃഷ്ടാവല്ലാതെ അള്ളാഹു അല്ലാതെ മറ്റൊരു ആരാധനക്കർഹനില്ല എന്ന് ഞാനിതാ സാക്ഷ്യം വഹിക്കുന്നു. വഅഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ ദൂതനാണെന്നും ഞാനിതാ സാക്ഷ്യം വഹിക്കുന്നു എന്ന ആ ഒരു ഷഹാദത്ത്, അത് മനസ്സിലാകാത്തതിൻ്റെ പ്രശ്നം സ്വാഭാവികമായി മുസ്ലിം സമൂഹത്തിനടക്കമുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ അത് എങ്ങനെയാണ് അത് മനസ്സിലാക്കേണ്ടത്, അതിനെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ കൂടുതൽ വിശദീകരണങ്ങളിലേക്ക് നമുക്ക് പോകാം. അതുകൂടി നമുക്ക് മലയാളത്തിൽ മനസ്സിലാകുന്ന രൂപത്തിൽ വിശദീകരിക്കണം എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ആ ഭാഗം നിങ്ങൾ കേട്ടോളൂ. നമ്മുടെ വീടകങ്ങളിലുള്ള നമ്മുടെ മക്കളെങ്കിലും ഈ ദൈവത്തിൻ്റെ പേര് ചൊല്ലി തമ്മിൽ തല്ലാതെ, പ്രപഞ്ചനാഥനാണ് ദൈവം എന്ന് വിശ്വസിക്കുമ്പോൾ തന്നെ അതിനെ സംരക്ഷിക്കാൻ നമ്മൾ സജ്ജരാവണം എന്നുള്ള ഗതികെട്ട വർത്തമാനം പറയുന്നതിൽ നിന്നും നമ്മളെ മക്കളെങ്കിലും രക്ഷപ്പെടാൻ, നമ്മളെ പരമ്പരകളെങ്കിലും സമാധാനത്തോടെ ജീവിക്കാൻ. അപ്പോൾ അദ്ദേഹം പറയുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആ അള്ളാഹു എന്നുള്ളതിൻ്റെ വിശദീകരണങ്ങളിലേക്കാണ് പോകുന്നത്. അപ്പോൾ അദ്ദേഹം പറയുന്നത് വെച്ചാൽ പ്രപഞ്ചനാഥനാണ് അള്ളാഹു, പ്രപഞ്ചത്തെ സൃഷ്ടിച്ചിട്ടുള്ള നമ്മളെല്ലാവരെയും പടച്ചവനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ന് പറയുന്നത്. ആ പടച്ചോനെ സംരക്ഷിക്കാൻ നമ്മളാരും എന്ത് ചെയ്യേണ്ടതില്ല, ഇറങ്ങേണ്ടതില്ല എന്നുള്ളതാണ്. തീർച്ചയായും യാതൊരു സംശയമില്ല. അള്ളാഹുവിന് നമ്മളുടെ ആരുടെയും സംരക്ഷണമോ അല്ലെങ്കിൽ നമ്മളാരും പടച്ചോനെ ഡിഫെൻഡ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. മറിച്ച് എന്നാൽ അതേ സമയത്ത് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് മതപ്രചാരണത്തെക്കുറിച്ചും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ചർച്ചകളെക്കുറിച്ച് കാണുന്നുണ്ടെങ്കിൽ ഇവിടെ ഷാഫി കൊല്ലം, ബഹുമാന്യനായ ഷാഫി കൊല്ലം മനസ്സിലാക്കേണ്ടത് ഇവിടെ ആരും അള്ളാഹുവിന് എങ്ങനെയും കുറേ സംരക്ഷണം വേണം അതിനു വേണ്ടിയിട്ടല്ല. മറിച്ച് നാം മനസ്സിലാക്കിയ ഒരു സത്യം അതാണ് ശരിയെന്ന് നമുക്ക് ബോധ്യമുണ്ടെങ്കിൽ അതിനെതിരായി വരുന്ന വാദങ്ങളോട് നമ്മൾ എൻകൗണ്ടർ ചെയ്യും. ഇപ്പോൾ ഷാഫി എന്തുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെതായ ബോധ്യങ്ങൾ പറയുന്നത്? അത് ശരിയാണ് എന്ന് അദ്ദേഹത്തിന് ബോധ്യമുള്ളത് കൊണ്ടാണ്. അതേപോലെ മതമാണ് ശരി അല്ലെങ്കിൽ ഇസ്ലാമാണ് ശരി, അവർ മനസ്സിലാക്കിയ ഇസ്ലാമിൻ്റെ വേർഷനാണ് ശരി എന്ന് മനസ്സിലാക്കുന്നവർ അതിനെ ഇൻ്റലക്ച്വലി ഡിഫെൻഡ് ചെയ്യും. അപ്പോൾ അതൊരിക്കലും പടച്ചോനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടല്ല. പടച്ചോൻ ആരുടെയും സംരക്ഷണം ആവശ്യമില്ല. പടച്ചോന് ഇനി വളരെ കൃത്യമായിട്ട് ഖുർആനിൽ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, ലോകത്തുള്ള മുഴുവൻ ആളുകളും അവിശ്വസിച്ചാലും പടച്ചോൻ്റെ ഔന്നത്യം എങ്ങോട്ടും കുറയൂല. ഇനി ലോകത്തുള്ള മുഴുവൻ ആളുകളും വിശ്വസിച്ചാലും ഇനി എങ്ങോട്ടും പടച്ചോൻ്റെ ഔന്നത്യം കൂടാനുമില്ല. അതുകൊണ്ട് അള്ളാഹു ഇങ്ങനെ ഓരോരുത്തർ വിശ്വസിക്കോ ഇല്ലേ എന്ന് നോക്കി നടക്കുക, അല്ലെങ്കിൽ ആ രൂപത്തിൽ പടച്ചോൻ ഇങ്ങനെ ടെൻഷൻ അടിച്ച് അവൻ വിശ്വസിച്ചു എന്ന രൂപത്തിൽ പടച്ചോനൊരു ടെൻഷനും ഇല്ല, അതിൻ്റെ ഒരു ആവശ്യവും പടച്ചോനില്ല. മറിച്ച് നാം മതവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടത്തുന്നത് ഓരോരുത്തരുടെയും ബോധ്യത്തിൻ്റെ അടിസ്ഥാനമാണ്. ഇതാണ് ശരിയെന്ന് മനസ്സിലാക്കിയാൽ, ഇതാണ് സത്യത്തിൻ്റെ സന്ദേശം എന്ന് മനസ്സിലാക്കിയാൽ, ഇതാണ് സാൽവേഷൻ അഥവാ മോക്ഷത്തിൻ്റെ വഴി എന്ന് മനസ്സിലാക്കിയാൽ, ഈ മോക്ഷത്തിൻ്റെ വഴി എനിക്ക് ചുറ്റിലുമുള്ളവർക്ക് കൂടി ലഭിക്കണം എന്ന് വിചാരിക്കുന്നത് വളരെ സ്വാഭാവികമാണ്. അതായത് ഒരാൾ നമ്മളിങ്ങനെ പോകുമ്പോൾ, ഈവൻ പോട്ടെ നമ്മൾ റോഡിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒരാൾ ബൈക്കിൻ്റെ സ്റ്റാൻഡ് തട്ടാതെ ഇങ്ങനെ ഓടിച്ചു പോകുന്നുണ്ടെങ്കിൽ നമ്മൾ ആ സ്റ്റാൻഡ് എന്ന് പറയും. കാരണം അതുകൊണ്ട് ഇനി അങ്ങോട്ടൊരു അപകടം ഉണ്ടാകരുത് എന്ന് വിചാരിച്ചുകൊണ്ടാണ്, ആ ഒരു സ്നേഹത്തിൻ്റെ പുറത്താണ്, ആ ഒരു ഗുണകാംക്ഷയുടെ പുറത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അത് പറയുന്നത്. അല്ലെങ്കിൽ ഒരു അന്ധനായ ഒരാൾ ഒരു കുഴിയിലേക്ക് നടന്നു പോകുന്നു, അപ്പോൾ നമ്മൾ പറയും അവിടെ കുഴിയുണ്ടെന്ന് പറഞ്ഞ് തടയും. അത് എന്തുകൊണ്ടാണ്? അത് നമുക്ക് അദ്ദേഹത്തോട് സ്നേഹമുള്ളത് കൊണ്ടും അദ്ദേഹം അപകടത്തിൽ പെടരുത് എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ്. ഇതുപോലെ ഈ ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ടൊരു ദർശനമുണ്ട്. ആ ദർശനം മനസ്സിലാക്കിക്കൊണ്ട് പടച്ചവന് സമർപ്പിച്ച രൂപത്തിൽ ജീവിച്ചാലാണ് ഇഹപരമോക്ഷം ഉണ്ടാവുക എന്ന് ബോധ്യമുള്ള ഒരാൾ, എന്ന് കൃത്യമായി മനസ്സിലാക്കിയ ഒരാൾ,
ആ ഒരു മോക്ഷത്തിൻ്റെ, ആ ഒരു രക്ഷയുടെ സന്ദേശം മറ്റുള്ളവർ കൂടി, ഞാൻ ഇഷ്ടപ്പെടുന്ന എനിക്ക് ചുറ്റുമുള്ള ആളുകൾ കൂടി അത് മനസ്സിലാക്കണം എന്നാഗ്രഹിക്കുകയും അതിൻ്റെ പ്രചാരണം ചെയ്യുക എന്നുള്ളത് വളരെ സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. അതിനൊരിക്കലും പടച്ചോനെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി കുറേ ആൾക്കാർ പിന്നെ നടക്കുക എന്ന രൂപത്തിലേക്ക് പറയേണ്ടതില്ല. അല്ലെങ്കിൽ അത് എത്രത്തോളം ശരിയാണ് എന്നുള്ളത് ഒന്ന് പുനർവിചിന്തനം നടത്തണമെന്നാണ് പറയാനുള്ളത്. അദ്ദേഹം ബാക്കി കാര്യങ്ങൾ പറയട്ടെ. ഇസ്ലാം സമാധാനമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ ആ പദം കൊണ്ട്, ഇപ്പം എന്നോട് പണ്ടേ പറയലുണ്ട് അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യമായ മതം ഇസ്ലാമാണെന്ന് പറയുമ്പോൾ ഞാൻ പറയലുണ്ട്, നിങ്ങൾ ആ ഇസ്ലാമും കൂടെ ആ അള്ളാഹുവും കൂടെ മലയാളത്തിലേക്ക് പറയേ. ഇത് ഇന്നദ്ദീന ഇന്ദല്ലാഹിൽ ഇസ്ലാം എന്ന് പറഞ്ഞിട്ട് തർജ്ജമ ചെയ്ത് തരുമ്പോൾ പറയുന്നത് എന്താണ്? അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യമായ മതം ഇസ്ലാമാണ്. അപ്പോൾ അള്ളാഹുവും ഇസ്ലാമും അന്നേരം അറബി തന്നെ കിടക്കുകയാണ്. അതും കൂടെ എൻ്റെ ഭാഷയിലേക്കാവുമ്പോൾ ദൈവത്തിലേക്കുള്ള ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ട വഴി ദീൻ, അങ്ങനെ സമാധാനമാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഇന്നദ്ദീന ഇന്ദല്ലാഹിൽ ഇസ്ലാം അല്ലെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാ, ഈ കാര്യങ്ങൾ കൂടി അള്ളാഹു ഇസ്ലാം എന്നുള്ളത് കൂടിയൊക്കെ ഒന്ന് മലയാളത്തിൽ പറഞ്ഞുകൂടെന്നാണ്. വളരെ നല്ലൊരു ആശയമാണ്. നമുക്ക് പറഞ്ഞു നോക്കാം. എന്താണ് അള്ളാഹു എന്ന് പറഞ്ഞാൽ? അള്ളാഹു എന്ന് പറഞ്ഞാൽ അദ്ദേഹം തന്നെ വിശദീകരിക്കുന്നുണ്ട്. ഒരിക്കലും അത് ഏതെങ്കിലും ഒരു കുലദൈവമോ ഏതെങ്കിലും കുറച്ച് ആൾക്കാർക്കുള്ള ഒരു ദൈവമോ ഒന്നുമല്ല. മറിച്ച് അള്ളാഹു എന്ന് പറഞ്ഞാൽ അൽ ഇലാഹ്, ആ പദത്തിൽ തന്നെയുണ്ട് അല്ലേ, അൽ ഇലാഹ്, സാക്ഷാൽ ആരാധ്യനെയാണ് അൽ ഇലാഹ് അള്ളാഹു എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ടാണ് പലപ്പോഴും ഈവൻ പിന്നെ ബൈബിളിൻ്റെ അറബി ട്രാൻസ്ലേഷനുകൾ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. അവിടെ ദൈവം അല്ലെങ്കിൽ പടച്ചവൻ എന്ന ഒരു പിന്നെ യഹോവ എന്നുള്ളതിന് പോലും പലപ്പോഴും അതിൻ്റെ ട്രാൻസ്ലേഷനായി വരുന്നത് അള്ളാഹു എന്നാണ്. അതേപോലെ തന്നെ വളരെ ചുരുക്കമാണെങ്കിലും ഹൈന്ദവ ഗ്രന്ഥങ്ങൾ അറബിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ അവിടെ സാക്ഷാൽ ആരാധ്യനെ വിളിക്കുന്ന പദം അല്ലെങ്കിൽ പരാമർശിക്കുമ്പോൾ അവിടെ അള്ളാഹു എന്നാണ് അവിടെ ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ അള്ളാഹു എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു മുസ്ലിങ്ങളെ മാത്രം കുലദൈവം അല്ലെങ്കിൽ ഗോത്രദൈവം അല്ല, മറിച്ച് അള്ളാഹു എന്ന് പറഞ്ഞാൽ ഏകനായ സൃഷ്ടാവ് അല്ലെങ്കിൽ ലോകത്തിൻ്റെ പടച്ചോൻ എന്നുള്ളതാണ്. അത് മലയാളത്തിൽ നമുക്ക് ആ രൂപത്തിൽ എല്ലാവർക്കും മനസ്സിലാക്കാൻ വേണ്ടി അള്ളാഹു എന്നതിന് പകരം പടച്ചോൻ എന്ന് ഉപയോഗിക്കാം. പിന്നെ ഇസ്ലാം എന്നുള്ളത് കൂടി മലയാളത്തിൽ, ഇസ്ലാം എന്നുള്ളതിൻ്റെ അർത്ഥം എന്താണ്? അദ്ദേഹം സമാധാനം എന്ന് പറയുന്നത് പദത്തിൻ്റെ അർത്ഥം സമർപ്പണം എന്നാണ്. സമർപ്പണം എന്താണ് ഈ സമർപ്പണം എന്ന് പറഞ്ഞാൽ അതുകൂടി നമുക്ക് മലയാളത്തിൽ വിശദീകരിച്ചു കൊടുക്കാം. തീർച്ചയായും അദ്ദേഹം പറഞ്ഞ ആശയം വളരെ ക്ലിയറാണ്. അതുകൂടി മലയാളത്തിൽ നമുക്ക് വിശദീകരിച്ചു കൊടുക്കാൻ ശ്രമിക്കുന്നത് നല്ലത് തന്നെയാണ്. എന്താണ് സമർപ്പണം? എന്താണ് ഈ ഇസ്ലാം എന്നുള്ളത് കൊണ്ട്? മുസ്ലിം എന്ന് പറഞ്ഞാൽ സമർപ്പിച്ചവൻ എന്നാണ്, ഇസ്ലാം എന്ന് പറഞ്ഞാൽ സമർപ്പണം എന്നാണ്. എന്ത് സമർപ്പണമാണ്? പടച്ച തമ്പുരാന് ജീവിതം സമർപ്പിക്കുന്നതിന് പറയുന്ന പേരാണ് ഇസ്ലാം. അങ്ങനെ സമർപ്പിച്ചവർക്ക് പറയുന്ന പേരാണ് മുസ്ലിം. അപ്പോൾ തീർച്ചയായും അപ്പോൾ ഇന്നദ്ദീന ഇന്ദല്ലാഹിൽ ഇസ്ലാം, അള്ളാഹുവിൻ്റെ അടുക്കൽ എന്ന് വെച്ചാൽ ഏക സൃഷ്ടാവിൻ്റെ അടുക്കൽ സ്വീകാര്യമായിട്ടുള്ള വഴി എന്ന് പറയുന്നത് സമർപ്പണത്തിൻ്റെ വഴിയാണ്. ഇസ്ലാമിൻ്റെ വഴി എന്ന് പറഞ്ഞാൽ സമർപ്പണത്തിൻ്റെ വഴി. അത് അള്ളാഹു ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏക സൃഷ്ടാവ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് സമർപ്പിക്കലാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യമായിട്ടുള്ള വഴി. അപ്പോൾ അത് വളരെ ക്ലിയറാണ്. അതിൽ നമുക്ക് അതുമാത്രം പിന്നെ അറബിയിൽ പറയുന്നത് കൊണ്ടൊരു പ്രയാസം ഉണ്ടെന്നുണ്ടെങ്കിൽ അതുകൂടി മലയാളത്തിൽ പറഞ്ഞു കൊടുക്കാം. പടച്ചോനൊരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് സമർപ്പിക്കുക എന്നുള്ളതാണ് അതിൻ്റെ വഴി എന്ന് പറയുന്നത്. അതാണ് അള്ളാഹുവിൽ സ്വീകാര്യമായിട്ടുള്ളത്. അപ്പോൾ ഇനി എങ്ങനെയാണ് പടച്ചവൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടോ എന്ന് മനസ്സിലാവുക? അവിടെയാണ് നമുക്ക് വേദഗ്രന്ഥങ്ങളിലേക്ക് പോകേണ്ടി വരിക, അവിടെയാണ് പ്രവാചകനിലേക്ക് പോകേണ്ടി വരിക. അതിനെക്കുറിച്ചൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, വഴിയെ വിശദീകരിക്കാം. അപ്പോൾ ഇതുകൂടി മലയാളത്തിൽ വിശദീകരിക്കുന്നുണ്ട്, ഒരു പ്രശ്നമില്ല. പടച്ചവൻ്റെ അടുക്കൽ സ്വീകാര്യമായിട്ടുള്ള വഴി എന്ന് പറയുന്നത് അത് സമർപ്പണത്തിൻ്റെ വഴിയാണ്. ലാ ഇലാഹ ഇല്ലല്ലാ, അള്ളാഹു അല്ലാതെ എന്ന് വെച്ചാൽ ഏകസൃഷ്ടാവല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല. നമുക്ക് മലയാളത്തിൽ തന്നെ വിശദീകരിച്ചു കൊടുക്കാം, യാതൊരു പ്രശ്നമില്ല. അപ്പം അതൊന്നും ആ രൂപത്തിൽ ഒരു പ്രയാസം എന്നുള്ള നിലക്ക് മുസ്ലിം സമൂഹവും മനസ്സിലാക്കുന്നില്ല എന്നാണ് പറയാനുള്ളത്. ദീനിന്റെ വഴി എന്ന് വേണം മനസ്സിലാക്കാൻ. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാ, ദൈവമല്ലാതെ ആരാധ്യനില്ല എന്നുള്ള മികച്ച സന്ദേശമാണ്. അതാര് പറഞ്ഞാലും 1.25 ലക്ഷത്തിൽ പകരം പ്രവാചകന്മാരുണ്ടെന്ന് മദ്രസയിൽ പഠിപ്പിച്ചു. അപ്പോൾ അദ്ദേഹം പറയുന്നത് ലാ ഇലാഹ ഇല്ലല്ലാ, ദൈവമല്ലാതെ അല്ലെങ്കിൽ ഏക സൃഷ്ടാവല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല എന്നുള്ളത് മികച്ച സന്ദേശമാണ് എന്ന്. വളരെ നല്ലൊരു കാര്യം തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. ഞാൻ ഉദ്ദേശിക്കുന്നത് ചിലപ്പം സ്റ്റേജിലുള്ള മുസ്തഫ മൗലവിയെ നോക്കിക്കൊണ്ടാണ് അത് പറഞ്ഞത് എനിക്ക് വീണ്ടും സംശയമുണ്ട്. കാരണം മുസ്തഫ മൗലവി പറയുന്നത് വെച്ചാൽ ഒരു സർവ്വമത സത്യവാദത്തിൻ്റെ വാദമാണ് മുസ്തഫ മൗലവി പറയുന്നത്. CH മുസ്തഫ പറയുന്നത് അങ്ങനെയാണ്. അപ്പം അദ്ദേഹം പറയുന്നത് വെച്ചാൽ ബഹുദൈവത്വമാകട്ടെ അല്ലെങ്കിൽ മറ്റേത് മതമാകട്ടെ അതെല്ലാം ശരിയിലേക്ക് നയിക്കുന്നു. അദ്ദേഹം അത് കുറച്ച് കഴിഞ്ഞിട്ട് ഇദ്ദേഹം തന്നെ ഇത് വിശദീകരിക്കുന്നുണ്ട്, ഇതിന് നേർ വിപരീതമായിട്ടുള്ള ആശയങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ അവിടെയാണ് നമുക്ക് ചോദിക്കാനുള്ളത്, ലാ ഇലാഹ ഇല്ലല്ലാ, ഏകസൃഷ്ടാവല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല എന്നതാണ് ഏറ്റവും മികച്ച സന്ദേശമെങ്കിൽ ആ സൃഷ്ടാവിനപ്പുറത്തേക്ക് ആരാധ്യന്മാരുണ്ട് അല്ലെങ്കിൽ ആരാധനക്കർഹരായ ആളുകളുണ്ട് എന്ന് പറയുന്നത് എന്തോ ഒരു പ്രശ്നമുള്ളൊരു ആശയം തന്നെയാണല്ലോ അല്ലേ? ഇദ്ദേഹം തന്നെ കുറച്ച് കഴിയുമ്പോൾ അതിന് വൈരുദ്ധ്യമായി പറയുന്നുണ്ട്. പക്ഷേ അത് നമ്മളൊന്ന് വളരെ കൃത്യമായിട്ട് ഒരു തുറന്ന മനസ്സോടുകൂടി ആലോചിച്ച് നോക്കുക. നമ്മളെല്ലാവരും സൃഷ്ടിച്ച ഹിന്ദുവിനെയും മുസ്ലിമിനെയും ക്രിസ്ത്യാനിയെയും എല്ലാവരെയും സൃഷ്ടിച്ച
ആ ഏകനായ ദൈവം മാത്രമാണ് ആരാധനയ്ക്ക് അർഹനായിട്ടുള്ളത് എന്നത് മികച്ച സന്ദേശമാണ് എന്ന് ബഹുമാന്യനായ ഷാഫിക്ക പറയുന്നു. ആ മികച്ച സന്ദേശത്തിന് വിരുദ്ധമായിക്കൊണ്ട് അല്ല, ഈ ദൈവത്തിനപ്പുറത്തേക്ക് ഇന്ന ആളുകൾ കൂടി, ഇന്ന മഹാന്മാർ കൂടി, അല്ലെങ്കിൽ ഇന്ന പ്രതിഷ്ഠകൾ കൂടി, ഇന്ന വിഗ്രഹങ്ങൾ കൂടി, അല്ലെങ്കിൽ ഇന്ന പ്രവാചകന്മാർ കൂടി അവരും ആരാധനയ്ക്ക് അർഹരാണ് എന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് അല്ല എന്ന് പറയൽ ഒരു പക്ഷേ ആ മികച്ച സന്ദേശത്തെ ഡിഫെൻഡ് ചെയ്യലല്ലേ? അത് ആ മികച്ച സന്ദേശം മനസ്സിലാക്കിയ ആളുകളുടെ ബാധ്യതയല്ലേ? അത് ഷാഫിക്ക ഒന്ന് ചിന്തിക്കണം എന്നാണ് പറയാനുള്ളത്. 25 നബിമാരെ പേരൊഴിച്ച് ബാക്കിയൊന്നും നമുക്കറിയില്ല. അപ്പം ഈ 1.25 ലക്ഷത്തിൽപ്പെട്ട ആളുകളുടെ സന്ദേശം പിൻപറ്റി ആയിരിക്കാമല്ലോ ഈ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വിവിധ വഴിയിലൂടെ ദൈവത്തിലേക്ക് സഞ്ചരിക്കുന്ന എല്ലാവരും. അപ്പോൾ ഇവർ ഒക്കെ ഒന്നാണെന്ന് പറയുന്ന സന്ദേശം അദ്ദേഹത്തിൻ്റെ കാലത്തോട് പറയുമ്പോൾ എന്തിനാണ് എതിർപ്പ്? ഇവിടെ അദ്ദേഹം നേരെ ഉൾട്ട അടിക്കുകയാണ്. എന്നുവെച്ചാൽ CH മുസ്തഫ പറയുന്ന സർവ്വമത സത്യവാദത്തെ എന്തിനാണ് നമ്മൾ എതിർക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അദ്ദേഹം പറയുന്നത് വെച്ചാൽ 1.25 ലക്ഷത്തോളം പ്രവാചകന്മാർ വന്നിട്ടുണ്ടെങ്കിൽ അവരുടെ വഴികളെല്ലാം പല വഴികളായിട്ടുണ്ടാവില്ലേ? ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എല്ലാ പ്രവാചകന്മാരും, ഖുർആനിൽ തന്നെ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, എല്ലാ പ്രവാചകന്മാരും അവരുടെ സമൂഹത്തോട് ആദ്യമായും ഒന്നാമതായും പ്രഥമമായും പ്രധാനമായും പറഞ്ഞിട്ടുള്ള ആശയം അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഷാഫിക്ക പറഞ്ഞതുപോലെ പച്ചമലയാളത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ പ്രപഞ്ച സൃഷ്ടാവല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല എന്ന സത്യസന്ദേശമാണ് എല്ലാ പ്രവാചകന്മാരും പറഞ്ഞത്. ആ എല്ലാ പ്രവാചകന്മാരും പറഞ്ഞ ആ വഴിയിലേക്ക് ആളുകളെ ക്ഷണിക്കുക മാത്രമാണ് ചെയ്യുന്നത്. അതിൽ നിന്നും ആളുകൾ തെറ്റിപ്പോകാം അല്ലേ? ഷാഫിക്ക് തന്നെ പറയുന്നുണ്ടല്ലോ, പല രൂപത്തിൽ ദുരുപയോഗം ചെയ്യപ്പെടുന്നു, ആളുകൾ തെറ്റായി മനസ്സിലാക്കുന്നു. അങ്ങനെ മനസ്സിലായി പോയ ആളുകളോട് അല്ല, തിരിച്ച് ഇതാണ് ശരിയെന്ന് നമ്മൾ പറയുമ്പോൾ അവിടെ എന്തിനാണ് ഇതാണ് ശരിയെന്ന് പറയാൻ പാടില്ല, എല്ലാം ശരിയാണെന്ന് പറയണം എന്ന CH മുസ്തഫയുടെ ആ ഒരു വാദമാണ് പ്രശ്നം. അദ്ദേഹത്തെ ആരും വേറെ ഏതൊരു രൂപത്തിൽ ആക്രമിക്കുന്നില്ല, അതിന് മാത്രമൊന്നുമില്ല. പക്ഷേ നമ്മൾ പറയുന്നത് വെച്ചാൽ അദ്ദേഹം പറയുന്ന ആശയം പച്ചയായ അബദ്ധമാണ്. എങ്ങനെയാണ് സർവ്വമത സത്യവാദം, എങ്ങനെയാണത് ശരിയാവുക? ഇസ്ലാം ഏകനായ സൃഷ്ടാവല്ലാതെ മറ്റാരും ആരാധനക്കർഹനായി ഇല്ല എന്ന് വിശ്വസിക്കുന്ന ഇസ്ലാമിൻ്റെ ആശയവും അല്ല ഒരുപാട് ആരാധ്യന്മാരാവാം, ഒരുപാട് ആരാധനക്കർഹരുണ്ട് എന്ന് പറയുന്ന ഒരു ബഹുദൈവത്വവും രണ്ടും കൂടി എങ്ങനെ ശരിയാവുക? ഒന്നുകിൽ ഒറ്റ ദൈവം ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ഒരുപാട് ദൈവങ്ങൾ ഉണ്ടാവും. ഇതിലേതെങ്കിലും ഒന്നല്ലേ ശരിയാവുള്ളൂ? ഇത് രണ്ടും കൂടി ശരിയാണെന്ന് എങ്ങനെ പറയാം? ഒരു ദൈവമുണ്ട്, ഒരു ദൈവമേ ഉള്ളൂ എന്ന് പറയുന്നത് ശരിയാണ്, ഒരുപാട് ദൈവങ്ങൾ ഉണ്ട് എന്ന് പറയുന്നത് ശരിയാണ്. അങ്ങനെ ഉണ്ടാവുമോ? സത്യം എന്ന് പറഞ്ഞാൽ അത്യധികമായ സത്യം ഒന്നല്ലേ ഉണ്ടാവുള്ളൂ. ഒന്നുകിൽ ഒരു ദൈവം, അല്ലെങ്കിൽ ഒരുപാട് ദൈവം, അല്ലെങ്കിൽ മൂന്നും കൂടി ദൈവം, അങ്ങനെ ഏതെങ്കിലും ഒന്നായിരിക്കുമല്ലോ സത്യം. അപ്പോൾ ഇതെല്ലാം കൂടി എങ്ങനെയാണ് ശരിയാവുക? എല്ലാം കൂടി അങ്ങനെയാണ് അത് പിന്നെ നമുക്ക് എങ്ങനെയാണ് അത് ലോജിക്കലി കൊഹറൻ്റ് ആവുക എന്നുള്ളത് ആലോചിക്കേണ്ടതുണ്ട്, യുക്തിപരമായി ചിന്തിക്കേണ്ടതുണ്ടല്ലോ. അപ്പോൾ അദ്ദേഹം പിന്നെ പറയുന്നത് വെച്ചാൽ ഇസ്ലാമിനെ അദ്ദേഹം വിശദീകരിക്കുന്നു. ഇസ്ലാം അറേബ്യയിലേക്ക് കടന്നു വന്നത്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വരുന്നത് അതൊരിക്കലും ഒരു പുതിയ മതമല്ല എന്നുള്ള ഒരു വാദമാണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത്. അദ്ദേഹം മാത്രമല്ല, നമ്മളെല്ലാവരും മുസ്ലിങ്ങളായിട്ടുള്ള എല്ലാവരും മുന്നോട്ട് വെക്കുന്ന ഒരു ആശയം കൂടിയാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ അത് പറയുന്നത് കൃത്യമായ ചില ആളുകളുടെ മുമ്പിൽ വെച്ച് തന്നെയാണെന്നുള്ളത് വളരെ സന്തോഷമുള്ള കാര്യമാണ് അല്ലേ? ജബ്ബാറിനെ പോലുള്ള ആളുകൾ പറയുന്നത് മുഹമ്മദ് അവിടേക്കുള്ള അറേബ്യയിലേക്ക് ഒരു പുതിയ മതം കൊണ്ടുവന്ന് അവിടെ ഭിന്നിപ്പുണ്ടാക്കി, പ്രശ്നങ്ങൾ ഉണ്ടാക്കി എന്നൊക്കെ പറയുന്ന ആളുകൾക്ക് ആ വേദിയിൽ വെച്ച് തന്നെ മറുപടി കൊടുത്തത് വളരെ നന്നായിട്ടുണ്ട്. ജ്ഞാനത്തിലൂടെ ദൈവികത എന്താണെന്ന് പഠിപ്പിച്ചു കൊടുത്തു. അവിടെ ഒരു പുതിയ മതമാണ് പഠിപ്പിക്കുന്നതെന്ന് ആരാ പറഞ്ഞത്? നിലവിൽ പ്രപഞ്ചമുണ്ടായ കാലം തൊട്ടുള്ള ഒരു സത്യത്തെ അദ്ദേഹം കാലാനുസൃതമായ രീതിയിൽ അലങ്കോലപ്പെട്ട് കിടക്കുന്ന ഡാർക്ക് ഏജ് എന്ന് ചരിത്രം പറയുന്ന ഇരുണ്ട യുഗത്തിലെ അനുസരണയില്ലാത്ത ആളുകളിലേക്ക് പകർന്നു കൊടുക്കുകയാണ്. അത് പുതിയ ഒരു അറിവല്ല. ആ അറിവിനെ അദ്ദേഹത്തിന് എവിടെ നിന്ന് പകർന്നു കിട്ടിയോ അതിനെ പകർന്നു കൊടുത്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അദ്ദേഹം പറയുന്നത് വളരെ കൃത്യമായിട്ടുള്ള കാര്യമാണ്. ഉണ്ടായ കാലം തൊട്ടുള്ള ഒരു പ്രപഞ്ച സത്യം, അതാണ് ആരാധനക്കർഹനായ അള്ളാഹു അല്ലാതെ എന്ന് വെച്ചാൽ പ്രപഞ്ച സൃഷ്ടാവല്ലാതെ മറ്റാരുമില്ല എന്ന പ്രപഞ്ച സത്യം. അതൊരു നല്ല ഒരു സന്ദേശമാണ്, ജനങ്ങളെ ഐക്യപ്പെടുത്താനുള്ളൊരു സന്ദേശമാണ്. ആ ഒരു സത്യം പറഞ്ഞു കൊടുക്കുകയാണ്. ആർക്ക്? ഡാർക്ക് ഏജ് എന്ന് വിളിക്കപ്പെടുന്ന, ഇരുണ്ട യുഗം എന്ന് വിളിക്കപ്പെടുന്ന ആളുകൾക്ക് ജാഹിലിയ കാലഘട്ടത്തിൽ, ഏജ് ഓഫ് ഇഗ്നറൻസ്, ജാഹിലിയ കാലഘട്ടത്തിലുണ്ടായിരുന്ന ആ അറബികളുടെ മുമ്പിലേക്ക് ഈ ഒരു സത്യസന്ദേശം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഇത് ആരുടെ മുമ്പിലാണ് പറയുന്നത്? അവിടെയുള്ള പിന്നെ ജാഹിലിയ അറബികളെന്നൊക്കെ പറയുന്നത് അവർ ഭയങ്കര ആധുനികരായിരുന്നു, അവർ ഭയങ്കര ജനാധിപത്യമുള്ള ആളായിരുന്നു, മുഹമ്മദ് നബി അവിടെ പോയിട്ട് പ്രശ്നം ഉണ്ടാക്കി എന്ന് പറയുന്ന ആളുകളുടെ മുമ്പിൽ വെച്ച് തന്നെ ഇത് വിശദീകരിക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട്. അപ്പോൾ ഒരിക്കലും മുഹമ്മദ് നബി ഒരു പുതിയ സന്ദേശം കൊണ്ടുവന്നതല്ല, മുൻപേയുള്ള സന്ദേശം അദ്ദേഹം ആവർത്തിക്കുകയാണ് ചെയ്തത്. ആ അറിവിൽ നിന്ന് നേടിയ 40 ആൾ ഇവിടെ വന്നപ്പോൾ ഇവിടെയുള്ള ബഹുഭൂരിപക്ഷം വരുന്ന മറ്റ് ആരാധകരായിട്ടുള്ള ആളുകൾ അവർക്കിവിടെ സ്വീകാര്യത കൊടുത്തത് അവർ വാളും കൊണ്ടുവന്ന് ഭീഷണിപ്പെടുത്തിയിട്ടൊന്നുമല്ലല്ലോ. അവരുടെ ബിഹേവിങ്, അവരുടെ സ്വഭാവം, ഭാഷണം, ഇവർക്ക് അറിഞ്ഞൂടാത്ത ഭാഷ തർജ്ജമ ചെയ്ത് കൊടുക്കാൻ അന്നേ ചരിത്രം പഠിച്ചാൽ മനസ്സിലാവും. ഈ തീരത്ത് അതിനു മുമ്പും കച്ചവട തീരങ്ങളൊക്കെ ആയിരുന്നു. എൻ്റെ നാടൊക്കെ പന്തലായിനി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്.
വലിയ പന്തലിച്ച് നിന്ന് ആയന മരത്തിൻ്റെ മുകളിൽ വിളക്കും മരവും അതുപോലെ ഈ കൊടി ഒക്കെ കെട്ടിയിട്ടാണ് തീരം കാണിച്ചു കൊടുത്തുകൊണ്ടിരുന്നതെന്നൊക്കെ കേട്ടിട്ടുണ്ട് ചരിത്രത്തിൽ. അപ്പോൾ അടയാളപ്പെടുത്തപ്പെട്ട ആ പന്തലായനയിലേക്ക് വന്ന സന്ദേശവുമായിട്ട് വന്ന ആളുകളെ ഇവിടെയുള്ള ആളുകൾ സ്വീകരിച്ച് അവർക്ക് കുടിയിരിക്കാനും കുമ്പിടാനും കുഴിച്ചു മൂടാനും ഒക്കെ ഉള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തത് എന്തിൻ്റെ പേരിലായിരിക്കും? മനോഹരമായ ഒരു സന്ദേശം ഇവിടെ കൊണ്ടുവന്നുകൊണ്ടാണ്. അപ്പോൾ വളരെ മനോഹരമായിട്ടുള്ളൊരു സന്ദേശമാണിത്. നമ്മളെല്ലാവരും മനുഷ്യരാണ്, നമ്മളെല്ലാവരെയും സൃഷ്ടിച്ച, ഓരോരുത്തരെ വേറെ വേറെ ദൈവങ്ങളല്ല സൃഷ്ടിച്ചത്. ഹിന്ദുവിനെയും മുസ്ലിമിനെയും ക്രിസ്ത്യാനിയെയും മതമുള്ളവനെയും മതമില്ലാത്തവനെയും എല്ലാം ഒരൊറ്റ സൃഷ്ട, ഈ പ്രപഞ്ചത്തെ മുഴുവൻ ഒരു സൃഷ്ടാവാണ് സൃഷ്ടിച്ചത്. ആ സൃഷ്ടാവിന് മാത്രമേ ആരാധനയുടെ അംശങ്ങൾ അർപ്പിക്കാവുള്ളൂ. അവൻ മാത്രമാണ് ഏകനായ ദൈവം എന്ന് പറയുന്ന വളരെ സുന്ദരമായൊരു സന്ദേശം അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അതൊരിക്കലും ഒരു പുതിയ മതമല്ല എന്നുള്ളത് വളരെ ക്ലിയർ ആയിട്ട് തന്നെ അദ്ദേഹം ചെയ്യുന്നുണ്ട്, വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം വളരെ ക്ലിയറായി അദ്ദേഹം പറയുന്നു. മാത്രമല്ല അദ്ദേഹം പിന്നെയും വിശദീകരിക്കുന്നു, ഒരിക്കലും ഒരു പ്രാദേശിക ദൈവമല്ല എന്നുള്ളത് കൂടി അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. കാലത്തിന് അനുയോജ്യമായ രീതിയിൽ ഉപകാരപ്രദമാകുന്ന നമ്മൾ ജീവിക്കുന്ന രാജ്യത്തെ നീതിബോധത്തിന് ഈ നാനാത്വത്തിൽ ഏകത്വത്തെയൊക്കെ സത്യവൽക്കരിക്കുന്ന വചനങ്ങൾ മാത്രമാണ് ദൈവത്തിൽ നിന്നുണ്ടാവുള്ളൂ എന്നുള്ള സാമാന്യ വിവരം പോരെ നമുക്ക്. ദൈവം വിഭാഗീയത സംസാരിക്കുമോ? പ്രാപഞ്ചിക ദൈവത്തെ പ്രാദേശികനായി ചുരുക്കിക്കളഞ്ഞത് ആരാണെന്നുള്ള പുനർപരിശോധന വേണം. പ്രാപഞ്ചികമായി ഈ പ്രപഞ്ചം നിറഞ്ഞു നിൽക്കുന്ന പ്രപഞ്ചവ്യാപിയായ ഒരു ദൈവത്തിൻ്റെ കാര്യം പറയുന്നിടത്തിൽ ഒരു പ്രത്യേക ഭാഷ മാത്രം സംസാരിക്കുന്ന, പ്രത്യേക ആളുകളെ മാത്രം ഇഷ്ടപ്പെടുന്ന, അവർക്ക് മാത്രം കുറേ ഓഫറുകൾ കൊടുക്കുന്ന, അത്രയും ബാലിശമായിട്ടുള്ള ചുരുക്കിക്കളഞ്ഞ ഒരു ദൈവത്തെ ആരാണ് പരിചയപ്പെടുത്തിയത്? അപ്പോൾ ആരാണ് ഈ ചുരുക്കിക്കളഞ്ഞ ദൈവത്തെ പരിചയപ്പെടുത്തിയത്? ഇസ്ലാം അല്ല എന്തായാലും. കാരണം ഇസ്ലാം പഠിപ്പിച്ച അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നാണ് പറയുന്നത്. എല്ലാ ഫാത്തിഹയിൽ ഒന്നാമതായ ഒന്നായത്താണ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ലോകങ്ങളുടെ സൃഷ്ടാവായിട്ടുള്ള പടച്ചവന് അള്ളാഹുവിന് സ്തുതി എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഒരിക്കലും ഏതെങ്കിലും ഒരു പ്രാദേശിക ദൈവത്തെക്കുറിച്ച് ഇസ്ലാം എന്തായാലും സംസാരിക്കുന്നില്ല. മറിച്ച് ആരാണത് സംസാരിക്കുന്നത്? ഈ വിമർശകരായിട്ടുള്ള നേരത്തെ ഷാഫി പറഞ്ഞ ആ ഒരു വാക്കുകളെ ദുരുപയോഗം ചെയ്യുന്ന ആളുകൾ, അത്തരക്കാരായ ആളുകളാണ് യുക്തിവാദികളും അതുപോലെ തന്നെ ഇസ്ലാം വിമർശകരും ആയിട്ടുള്ള ആളുകളാണ് ഇസ്ലാം പറയുന്ന ഒരു ഗോത്ര ദൈവത്തെക്കുറിച്ചാണ് എന്നൊക്കെ പറയുന്നത്. ഒരിക്കലും പ്രാദേശിക ദൈവത്തെക്കുറിച്ചല്ല, ഏതെങ്കിലും ഒരു ആളുകൾക്ക് മാത്രമുള്ള ഒരു സവിശേഷതയെക്കുറിച്ചല്ല ഇസ്ലാം പഠിപ്പിക്കുന്നത്, അല്ലേ? ലാ ഫളുല, ഒരിക്കലും ഒരു ശ്രേഷ്ഠതയുമില്ല അറബിക്ക് അനറബിയേക്കാളോ വെളുത്തവന് കറുത്തവനേക്കാളോ ഒന്നും ഒരു തരത്തിലുള്ള ശ്രേഷ്ഠതയുമില്ല. അള്ളാഹുവിനോട് അവർക്കുള്ള സമർപ്പണത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലാതെ ഒരു തരത്തിലുള്ള ശ്രേഷ്ഠതയില്ല. ജനനം കൊണ്ട് ഒരാളും ഉന്നതനാവുകയോ അധമനാവുകയോ ചെയ്യുന്നില്ല എന്ന ആശയമാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത്. അത് വളരെ ക്ലിയറായി ആളുകളോട് നമുക്ക് പറയേണ്ടതുണ്ട്. പക്ഷേ പലപ്പോഴും സംഭവിക്കുന്നത് വെച്ചാൽ ഇതൊക്കെ മാറ്റിവെച്ചിട്ട് ഇസ്ലാം വിഭാഗീയത സംസാരിക്കുന്നു, ഇസ്ലാം അങ്ങനെ സംസാരിക്കുന്നു, ചില ആളുകൾക്ക് ശ്രേഷ്ഠത കൊടുക്കുന്നു എന്ന് പറയുന്നത് വിമർശകരായിട്ടുള്ള ആളുകളാണ്. അവരോട് കൂടിച്ചേർന്നുകൊണ്ട് എങ്ങനെയാണ് ഷാഫിക്ക് നിൽക്കാൻ സാധിക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ വേദിയിൽ പോയിക്കൊണ്ട് എങ്ങനെയാണ് സംസാരിക്കാൻ പറ്റുന്നത് എന്നുള്ള ഒരു കൗതുകം മാത്രമാണ് നമുക്കുള്ളത്. അതുകൊണ്ട് വളരെ ക്ലിയറായി അവരുടെ മുഖത്ത് നോക്കി പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നാൽ ഇനി അദ്ദേഹം കൂടുതൽ ഇതിനെ വിശദീകരിച്ച് അദ്ദേഹത്തിൻ്റെ സത്യാന്വേഷണം അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയാണ്, മുൻവേദങ്ങളിലേക്ക് കടക്കുകയാണ്. അതിനെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ ചിന്ത നമുക്ക് കേൾക്കാം. അതിനുശേഷം നമുക്കതിനെക്കുറിച്ചുള്ള വിയോജിപ്പുകൾ രേഖപ്പെടുത്താം. ഖുർആൻ പഠിച്ചാൽ മാത്രമാണ് ദീർഘവീക്ഷണം ഉണ്ടാകുക, അല്ലെങ്കിൽ അതിനു മുമ്പുള്ള ഗ്രന്ഥങ്ങളിലൊന്നും ദൈവികത അല്ല പറഞ്ഞിരിക്കുന്നതെന്ന് തെറ്റിദ്ധരിക്കുന്ന ആളുകളോടാണ് ഞാൻ പറയുന്നത്. അതിനു മുമ്പുള്ള ആളുകളെ കേട്ടിട്ടുള്ള ഈ അസാത്തീറുൽ അവ്വലീൻ എന്നൊക്കെ പറയുന്ന പഴമക്കാർ പറഞ്ഞു കൊടുത്തിട്ടുള്ള കാര്യങ്ങൾ കേട്ടും പഠിച്ചിട്ടുള്ള ഇവർക്ക് ഈ കുഞ്ഞിന് സ്തുത്യർഹൻ എന്ന് പേരിടാൻ എങ്ങനെ തോന്നി? അതിൻ്റെ പിന്നിലൊരു വലിയ കാരണം ഉണ്ടാവില്ലേ? ആ മനുഷ്യനെ മാനവരിൽ മഹോന്നതനായി റോൾ മോഡലായി കാണേണ്ട ആളുകൾക്ക് അവരുടെ ബാധ്യതയാണ് അദ്ദേഹം മിസ്റ്റർ ക്ലീൻ ആണെന്ന് പറഞ്ഞു കൊടുക്കുന്ന ബാധ്യത. അത് വെറുതെ നാവുകൊണ്ട് പറഞ്ഞാൽ പോരാ, ചരിത്രപരമായ അന്വേഷണം നടത്തി പറഞ്ഞു കൊടുക്കണം. അതുകൊണ്ട് ഭാഷാർത്ഥം മാത്രമായി നമ്മൾ നുകരുന്ന, നമുക്ക് തോന്നുന്ന രീതിയിൽ എഴുതപ്പെട്ട തഫ്സീറുകളുടെ ഒരു പുനർവിചിന്തനം. അപ്പോൾ അദ്ദേഹം പറയുന്നത് എന്താ? വളരെ ക്ലിയറായി മുൻവേദങ്ങളിൽ ദൈവികതയുടെ അംശമില്ല എന്ന് എങ്ങനെയാണ് പറയാൻ സാധിക്കുക? ഒരിക്കലും പറയാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് വളരെ ക്ലിയറായി ഇസ്ലാം എന്താണ് പറയുന്നത് എന്ന് പഠിപ്പിച്ചു കൊടുക്കണം. അപ്പം അദ്ദേഹം അവസാനം പറഞ്ഞൊരു കാര്യം എന്താ വെച്ചാൽ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാനവരിൽ മഹോന്നതനാണ് എന്ന് ചരിത്രപരമായി നമുക്ക് സ്ഥാപിക്കാൻ സാധിക്കണം. ഇതിനെക്കുറിച്ച് തന്നെയാണ് അദ്ദേഹം നേരത്തെ പറഞ്ഞത് അള്ളാഹ്ക്ക് ഡിഫൻസ് ആവശ്യമില്ല എന്നുള്ളത്. ഇതിനെ തന്നെയാണ് നമ്മൾ പറയുന്നത്. ഇൻ്റലക്ച്വലി പല രൂപത്തിൽ ചരിത്രത്തെ വളച്ചൊടിച്ചുകൊണ്ട്, പല
പദപ്രയോഗങ്ങളെയും വളച്ചൊടിച്ചുകൊണ്ട് അതിനില്ലാത്ത അർത്ഥങ്ങൾ കൊടുത്തുകൊണ്ട് അറബി പോലും അറിയാതെ അതിനൊക്കെ സ്വന്തം വ്യാഖ്യാനങ്ങൾ കൊടുക്കുന്ന ആളുകൾ അവരുണ്ടാകുമ്പോൾ അങ്ങനെയല്ല. നിങ്ങൾ ഈ വിമർശിച്ച ആയത്തിന് ഇന്നതല്ല അർത്ഥം, നിങ്ങൾ സ്വയം പറഞ്ഞിട്ടുള്ള ഈ അർത്ഥമല്ല യഥാർത്ഥത്തിലുള്ള അർത്ഥം, അത് സ്വഹാബത്ത് മനസ്സിലാക്കിയത് ഇങ്ങനെയാണ്, അതുപോലെ തന്നെ പണ്ഡിതന്മാർ മനസ്സിലാക്കിയത് ഇങ്ങനെയാണ്, ഇതാണതിന് ശരിയെന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ അവിടെ ദൈവത്തിന് വേണ്ടി ഡിഫൻസ് കളിക്കുന്ന ആളുകൾ എന്ന് പരിചയപ്പെടുത്തിയ ആളുകൾ അദ്ദേഹം തന്നെയാണ് പിന്നെ പറയുന്നത് അത് നമ്മൾ മിസ്റ്റർ ക്ലീൻ ആണെന്ന്, ആ മാനവരിൽ മഹോന്നതനാണെന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കണം. ഇത് തന്നെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ അദ്ദേഹം ആദ്യം പറഞ്ഞ കാര്യം, അതായത് മുൻവേദങ്ങളെക്കുറിച്ച് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് വളരെ വ്യക്തമാണ്. മഹാനായ മോശെ പ്രവാചകൻ, ഈ യേശു ക്രിസ്തു, ഇവരെല്ലാവരും അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരാണ്. 1,00,000 ചില്ലാനം പ്രവാചകന്മാർ ഇവിടെ വന്നുപോയിട്ടുണ്ട്. അവരെല്ലാവരും അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരാണ്. ആ പ്രവാചക ശൃംഖലയുടെ ഏറ്റവും അവസാനത്തെ കണ്ണിയായിക്കൊണ്ടാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇസ്ലാം പരിചയപ്പെടുത്തുന്നത്. അല്ലാതെ മുഹമ്മദ് നബി ഒരു സുപ്രഭാതത്തിൽ പുതിയൊരു മതവും കൊണ്ടുവന്നു എന്നല്ല ഇസ്ലാം പറയുന്നത്. മറിച്ച് നിനക്ക് മുമ്പ് അയക്കപ്പെട്ടവരുടെ ആ ഒരു സത്യസന്ദേശത്തെ സത്യപ്പെടുത്തിക്കൊണ്ടാണ് മുഹമ്മദ് നബിയുടെ ആഗമനമെന്ന് വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ യേശു ക്രിസ്തു പഠിപ്പിച്ചിട്ടുള്ള, മോശെ പ്രവാചകൻ പഠിപ്പിച്ചിട്ടുള്ള, ദാവീദ് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുള്ള, സോളമൻ പ്രവാചകൻ പഠിപ്പിച്ചിട്ടുള്ള, ഇങ്ങനെയുള്ള ആ പ്രവാചക ശൃംഖലയിലുള്ള എല്ലാവരും പഠിപ്പിച്ചിട്ടുള്ള ആശയം അല്ലാ ഇലാഹ ഇല്ലല്ലാ, ആ ഏകനായ സൃഷ്ടാവല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല എന്ന സത്യസന്ദേശം അത് പഠിപ്പിക്കാൻ തന്നെയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നിട്ടുള്ളത്. അപ്പം അതൊരിക്കലും മുൻ വേദങ്ങളിലോ അല്ലെങ്കിൽ മുൻ പ്രവാചകന്മാരിലോ ഒരു സത്യവും ഇല്ല എന്ന് ഇസ്ലാം പറയുന്നില്ല. ഇസ്ലാം ഒരിക്കലും അങ്ങനെ പറയുന്നില്ല. മറിച്ച് ഇസ്ലാം എന്താ പറഞ്ഞത്? ഖുർആനിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? ഖുൽ യാ അഹ്ലൽ കിതാബ്, വേദക്കാരെ, വേദങ്ങളിൽ വിശ്വസിക്കുന്ന ആളുകളെ വിളിച്ചുകൊണ്ട് ഖുർആൻ അഭിസംബോധന ചെയ്തുകൊണ്ട് ഖുർആൻ പറയാണ്, വേദക്കാരെ, യാ അഹ്ലൽ കിതാബ് തആലൗ, വരൂ എന്നാണ് ഖുർആൻ പറയുന്നത്. അല്ലാതെ നമുക്ക് അടിക്കാം അല്ലെങ്കിൽ യുദ്ധം ചെയ്യാന്നല്ല പറയുന്നത്. വേദക്കാരെ, വേദങ്ങളിൽ വിശ്വസിക്കുന്നവരെ, ക്രിസ്ത്യാനികളെ, യഹൂദന്മാരെ, തആലൗ, നിങ്ങൾ വരൂ. എന്തിലേക്ക് വരൂ? നമ്മളെല്ലാവരും പിന്നെ ഏത് മതത്തിൽ വിശ്വസിച്ചാലും അതെല്ലാം മോക്ഷത്തിലേക്കാണെന്ന് പറയാൻ വേണ്ടിയാണോ വിളിച്ചത്? അല്ല. ഖുർആൻ എന്താ പറയുന്നത്? തആലൗ ഇലാ കലിമത്തിൻ സവാഇൻ ബൈനനാ വബൈനകും, ഞങ്ങൾക്കും നിങ്ങൾക്കും ഇടയിൽ അഭിപ്രായ വ്യത്യാസമില്ലാത്ത ഒരു കലിമത്തിലേക്ക്, ഒരു ആശയത്തിലേക്ക്, ഒരു സന്ദേശത്തിലേക്ക്, ഒരു ആശയത്തിലേക്ക് നിങ്ങളെല്ലാവരും വാ. എന്താണ് ആശയം എന്നുള്ളത് കൂടി ഖുർആൻ അടുത്ത വാചകത്തിൽ പറയുന്നു. ഏകനായ സൃഷ്ടാവല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല എന്ന പൂർവ്വവേദങ്ങളിലടക്കം ആവർത്തിക്കപ്പെട്ടിട്ടുള്ള ആ കലിമത്തിലേക്ക്, ആ ആശയത്തിലേക്ക് നിങ്ങൾ വരൂ എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണ് പൂർവ്വവേദങ്ങളിലടക്കം പ്രധാനമായും പറഞ്ഞിട്ടുള്ള ആശയം? ലാ ഇലാഹ ഇല്ലല്ലാ, ഏകനായ സൃഷ്ടാവല്ലാതെ മറ്റൊരു ആരാധനക്കർഹനില്ല എന്ന ആശയമാണ് മോശെ പ്രവാചകനും യേശു ക്രിസ്തുവും എല്ലാവരും പഠിപ്പിച്ചത്. ആ ആശയത്തിലേക്ക് നിങ്ങൾ വരൂ എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ആശയത്തിൽ നിന്നും അവർ തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ അവർ വരണം. യേശുക്രിസ്തു ദൈവമാണ് അല്ലെങ്കിൽ ദൈവപുത്രനാണ് എന്നൊരാൾ പറയുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ആശയത്തിൽ നിന്ന് തെറ്റിപ്പോവാൻ. ആരാധനക്കർഹനാണ് യേശു ക്രിസ്തു എന്നൊരാൾ പറയുന്നുണ്ടെങ്കിൽ ആ ആശയത്തിൽ നിന്ന് തെറ്റിപ്പോയതാണ്. മോശെ പ്രവാചകൻ ആരാധനക്കർഹനാണ് അല്ലെങ്കിൽ മോശെ പ്രവാചകനെ വിളിച്ചു പ്രാർത്ഥിക്കാം എന്നൊരാൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, എന്നൊരാൾ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ ആ ആശയത്തിൽ നിന്നും തെറ്റിപ്പോയതാണ്. അപ്പോൾ അതിൽ നിന്നും, ആ തെറ്റിപ്പോയതിൽ നിന്നും മാറിക്കൊണ്ട് എല്ലാ വേദങ്ങളും പഠിപ്പിച്ചിട്ടുള്ള ലാ ഇലാഹ ഇല്ലല്ലാ, ഏകനായ സൃഷ്ടാവല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല എന്ന ആശയത്തേക്ക് നിങ്ങൾ തആലൗ, നിങ്ങളെല്ലാവരും വരൂ, നമുക്ക് ഒന്നിക്കാം എന്നാണ് ഖുർആൻ പറയുന്നത്. അപ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു എല്ലാ വേദങ്ങളും എല്ലാ പിന്നെ പ്രവാചകന്മാരും പഠിപ്പിച്ചിട്ടുള്ള ഈ ആശയത്തിലേക്ക് തന്നെയാണ്. അതിൻ്റെ തുടർച്ചയാണ് യഥാർത്ഥത്തിൽ ഇസ്ലാം. അതിൻ്റെ തുടർച്ചയാണ് മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിൽ യാതൊരു സംശയമില്ല. പക്ഷേ ഇതിൻ്റെ അർത്ഥം എന്താ? എല്ലാ വേദങ്ങളെന്ന പേരിൽ ഇന്ന് നിലനിൽക്കുന്നതെല്ലാം പരിപൂർണമായി സത്യമാണെന്നാണോ? അവിടെയാണ് സർവ്വവേദ സത്യവാദത്തിൻ്റെയും സർവ്വമത സത്യവാദത്തിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. അവിടെ വളരെ കൃത്യമായിക്കൊണ്ട് ഖുർആൻ എന്തിനാണ് അവതരിക്കുന്നത് തന്നെ വളരെ കൃത്യമായിട്ട് കാണാൻ സാധിക്കും. പൂർവ്വവേദക്കാർ അവരുടെ ഇഷ്ടങ്ങൾ വേദഗ്രന്ഥങ്ങളിലേക്ക് കടത്തിക്കയറ്റി, അവരുടെ പുരോഹിതന്മാർ എന്ത് ചെയ്തു? മതത്തെ മാറ്റിമറിച്ചു. പല കാര്യങ്ങളും അതിൽ നിന്നും ഒഴിവാക്കി പലതും അതിലേക്ക് കൂട്ടിച്ചേർത്തു. അത് നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ്, അല്ലേ? അപ്പം ഷാഫി കൊല്ലം ഖുർആനിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്, സത്യാന്വേഷണം നടത്തുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ബൈബിളൊന്ന് വായിച്ചു നോക്കുക. ബൈബിൾ വായിച്ചാൽ നമുക്ക് ഇതിൽ കാണാൻ സാധിക്കുന്നത് പിന്നെ പഴയ നിയമവും പുതിയ നിയമമാണ്. പുതിയ നിയമത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരുപാട് ലേഖനങ്ങളാണ്. ആരാണ് ഈ ലേഖനങ്ങൾ എഴുതിയത്? പലപ്പോഴും CH മുസ്തഫയെ പോലുള്ള ആളുകളെ അവലംബിച്ചുകൊണ്ടാണ് താങ്കൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. CH മുസ്തഫ പറഞ്ഞത് ബൈബിൾ വേദഗ്രന്ഥമാണ് എന്നാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ബൈബിളിനെ കുറിച്ച് വളരെ പരിമിതമായ അറിവുണ്ടെങ്കിൽ പോലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതൊരിക്കലും യേശു ക്രിസ്തുവിൻ്റെ വാചകങ്ങളല്ല നമുക്കവിടെ കാണാൻ സാധിക്കുന്നത്, മറിച്ച് പൗലോസിൻ്റെ ലേഖനങ്ങളാണ് കാണാൻ സാധിക്കുന്നത്. പൗലോസിൻ്റെ ലേഖനം എങ്ങനെയാണ് യേശു ക്രിസ്തുവിൻ്റെ വേദഗ്രന്ഥമായി മാറുക?
അപ്പോൾ അതിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് മോശെ പ്രവാചകന്റെ പഴയ നിയമം അവിടെ ഉണ്ട്, ശരിയാണ്. അതിലും ഒരുപാട് മാറ്റത്തിരുത്തലുകൾ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് പല ബൈബിളുകൾ ഉണ്ടായിട്ടുള്ളത്, പല പല വേർഷൻസ് പിന്നെ പലർക്കും പല രൂപത്തിൽ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ആ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ എങ്ങനെയാണ് പൗലോസിൻ്റെ ലേഖനങ്ങൾ ദൈവിക വചനങ്ങളാവുക, പൗലോസിൻ്റെ ലേഖനങ്ങൾ എങ്ങനെയാണ് യേശുക്രിസ്തുവിൻ്റെ അധ്യാപനങ്ങളാവുക, ഇതിനെക്കുറിച്ചൊക്കെ വളരെ കൃത്യമായ ചില പഠനങ്ങൾ അദ്ദേഹം ഷാഫി കൊല്ലം നടത്തണമെന്നാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഏതായാലും ഞാൻ പറഞ്ഞു വന്നത്, പൗലോസ് എഴുതിയ ലേഖനങ്ങൾ എങ്ങനെയാണ് വേദഗ്രന്ഥമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. ഇതുപോലും മനസ്സിലാക്കാതെയാണ് ബൈബിൾ വേദഗ്രന്ഥമാണെന്നൊക്കെ പറയുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങളെക്കുറിച്ച് ഒരു പ്രാഥമികമായ ഒരു അന്വേഷണമെങ്കിലും നടത്തണമെന്നാണ് പറയുന്നത്. അതിപ്പോൾ നമുക്ക് പറയാനുള്ളത്, മുൻവേദങ്ങളെല്ലാം സത്യപ്പെടുത്തിക്കൊണ്ട്, മുൻവേദങ്ങളിലെല്ലാം യഥാർത്ഥത്തിൽ ദൈവികമായി വന്നിട്ടുള്ളതിനെല്ലാം സത്യപ്പെടുത്തിക്കൊണ്ട് അതിൻ്റെ പരിപൂർണതയാണ് വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത്. എന്നാൽ ആ മുൻവേദങ്ങളിൽ എന്ത് ചെയ്തിട്ടുണ്ട്, അത് ആ രൂപത്തിൽ തനിമയോടുകൂടി സംരക്ഷിക്കപ്പെട്ടിട്ടില്ല. അതിൽ ഒരുപാട് മാറ്റത്തിരുത്തലുകൾ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് അടിസ്ഥാനപരമായി നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു യാഥാർത്ഥ്യം. അത് ഉൾക്കൊള്ളാതെ ആ മാറ്റത്തിരുത്തലുകൾ അടക്കം അതും നന്മയിലേക്കുള്ള വഴിയാണ്, അതും സത്യമാണ്, ആ വേദങ്ങളും സത്യമാണ് എന്ന രൂപത്തിലുള്ള സർവ്വവേദ സത്യവാദങ്ങൾ പറയുമ്പോൾ കൃത്യമായി അതിനെക്കുറിച്ചുള്ള പ്രാഥമിക ധാരണയുള്ളവർ പോലും അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുമെന്നാണ് വളരെ വിനയത്തോടു കൂടി സൂചിപ്പിക്കാനുള്ളത്. അപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങളിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇസ്ലാം കൊണ്ടുവന്നിട്ടുള്ള, അല്ലെങ്കിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമൂഹത്തെ പഠിപ്പിച്ചിട്ടുള്ളത് വളരെ സത്യസന്ധമായ ഒരു ആശയമാണ്. ഈ പ്രപഞ്ചത്തിൻ്റെ തുടക്കം മുതൽക്കേ ഉള്ള ആ ഒരു സത്യം അത് അവരെ പഠിപ്പിക്കുകയാണ് ചെയ്തത്. അങ്ങനെയുള്ള ഇസ്ലാമിനെക്കുറിച്ച് അദ്ദേഹം പറയുന്നു, അങ്ങനെയുള്ള മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിത്യമാതൃകയെക്കുറിച്ച് അദ്ദേഹം പറയുന്നു. ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നെ എവിടെയാണ് ഇതിനുള്ളൊരു പ്രശ്നം പറ്റിയത്? അത് വിലയിരുത്തുന്നിടത്താണ് അദ്ദേഹത്തിന് കാര്യമായ അബദ്ധം സംഭവിച്ചിട്ടുള്ളത്. ഇനിയാണ് അദ്ദേഹത്തോടുള്ള കാര്യമായ വിയോജിപ്പുകൾ നമുക്ക് ഉന്നയിക്കാനുള്ളത്. ഒരാൾ പറയുന്നതിൽ ശരിയും ഉണ്ടാവും, തെറ്റും ഉണ്ടാവും. അപ്പോൾ ശരികളെ അംഗീകരിക്കുകയും തെറ്റുകളോട് അതിനോട് പ്രതികരിക്കുക എന്ന അർത്ഥത്തിലാണ് ഇനിയുള്ള ചില കാര്യങ്ങൾ അദ്ദേഹം പറയുന്നത്. വെച്ചാൽ ഇസ്ലാം ഇങ്ങനെ നല്ലൊരു സന്ദേശമാണ്, നല്ലൊരു മതമാണ്, അല്ലെങ്കിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുൻ വേദങ്ങളുടെയൊക്കെ തുടർച്ചയായി വന്നിട്ടുള്ള ഈ ഒരു ആശയം, പിന്നെ എവിടെയാണ് ഇതിനൊരു പ്രശ്നം പറ്റിയത്? അതിന് പ്രശ്നത്തിന് അദ്ദേഹം കാണുന്ന ചില വേരുകളുണ്ട്, അദ്ദേഹം കാണുന്ന ചില കാരണങ്ങളുണ്ട്. അതാണോ യഥാർത്ഥത്തിലുള്ള കാരണം, അതല്ല വേറെന്തെങ്കിലും ആണോ എന്നൊരു പരിശോധനയിലേക്കാണ് നമ്മൾ കടക്കുന്നത്. അദ്ദേഹം കണ്ട കാരണം എവിടെയാണ് എന്നുള്ളത് സ്വാഭാവികമായിട്ട് CH മുസ്തഫയുടെ കൂടെ ഇരിക്കുമ്പോൾ അദ്ദേഹം പറയുന്ന കാരണം എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അദ്ദേഹം തന്നെ അത് പറയട്ടെ. കാലത്ത് ഈ പറഞ്ഞ പോലെ അമവിയ കാലഘട്ടം വന്നു. മുആവിയന്റെ മകൻ അലിയുടെ മക്കൾ വരേണ്ട സ്ഥാനത്തേക്ക് മുആവിയുടെ മകൻ 6ാമത്തെ ഖലീഫയായിട്ട് വരുന്നു. നബിയുടെ പൗത്രന്മാരെയും മകളെയും ഒക്കെ അതിക്രൂരമായിട്ട് കൊന്നുകൂട്ടുന്നു. ഇസ്ലാമിലെ ഫിത്ന ആരംഭിക്കുന്നു. ജമൽ യുദ്ധം അടക്കമുള്ള നടക്കാൻ പാടില്ലാത്ത അധികാരമോഹം ദുനിയാവിൽ പാടില്ല എന്ന് പഠിപ്പിക്കപ്പെട്ട പ്രവാചകരെ ഉൾക്കൊണ്ട ആളുകൾ തമ്മിൽ എങ്ങനെയാണ് തമ്മിലടിക്കാന്ന് ആലോചിച്ച് നോക്കിയാൽ. ആ ദുരവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ച അയാൾ അവിടെ നിന്ന് തുടങ്ങിയിട്ടുള്ള അയാളെപ്പോലുള്ള ഈ തീവ്രവാദികളെ പേരുന്ന കുറേ പേര് അവരുടെ ഇംഗിതം നടത്തണമെങ്കിൽ പ്രവാചകർ ഇങ്ങനെ ചെയ്തു, പ്രവാചകൻ ഇങ്ങനെ പറഞ്ഞു എന്ന് എഴുതി കൂട്ടാൻ വേണ്ടി പ്രവാചകന്റെ മേലിൽ അടിച്ചേൽപ്പിച്ച് എഴുതിയ കള്ളക്കഥകളെയാണ് പലപ്പോഴും നമ്മൾ പ്രമാണം പോലെ നെഞ്ചിലേറ്റി കൊണ്ടടക്കുന്നത്. അപ്പം അദ്ദേഹം പറയുന്നത് മഹാനായ മുആവിയ റളിയല്ലാഹു അൻഹു, അവിടെയാണ് ഈ പ്രശ്നങ്ങളെല്ലാം തുടക്കം, അതാണ് ഈ പ്രശ്നങ്ങളുടെ എല്ലാം അടിസ്ഥാന കാരണം. മുആവിയ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടം തൊട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, കള്ള ഹദീസുകൾ അടിച്ചിറക്കാൻ തുടങ്ങിയിട്ടുള്ള അധികാര മോഹത്തിന് വേണ്ടി എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഇത് എന്തുകൊണ്ടാണ് ഇവിടേക്ക് എത്തിപ്പെടുന്നത്? എന്തുകൊണ്ടാണ് ഇസ്ലാമിനെ അങ്ങേയറ്റം മോശമായി ചിത്രീകരിക്കുന്ന ആളുകളുടെ കൂടെ ഇദ്ദേഹത്തിന് ഇരിക്കാൻ പറ്റുന്നത്? അവരുടെ കൂടെ വേദി പങ്കിട്ടുകൊണ്ട് അവരുടെ ആശയങ്ങളുടെ കൂടെ സംസാരിക്കാൻ പറ്റുന്നത്? ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ സംസാരത്തിൻ്റെ ടൈറ്റിൽ എന്ന് പറയുന്നത് മതനവീകരണത്തെക്കുറിച്ചാണ്. ഇവിടെ യഥാർത്ഥത്തിൽ മതനവീകരണമാണോ മറിച്ച് മതനശീകരണമാണോ ഇത്തരക്കാരുടെ ഉദ്ദേശ്യം എന്നുള്ളത് വളരെ ക്ലിയറായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതിൻ്റെ വേര് കിടക്കുന്നത് CH മുസ്തഫയിലാണ്. CH മുസ്തഫ എവിടുന്നാണ് തുടങ്ങിയത്? അദ്ദേഹം ഇപ്പോൾ അവസാനം എല്ലാ വേദങ്ങളും സത്യമാണെന്ന് പറഞ്ഞു, പിന്നെ എല്ലാ മതങ്ങളും സത്യമാണെന്ന് പറഞ്ഞു, പിന്നെ അവസാനം ഇപ്പോൾ എവിടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇതിൻ്റെയൊക്കെ അടിസ്ഥാന വേര് എവിടെ കിടക്കുന്നത്? CH മുസ്തഫ തുടങ്ങിയതും മുആവിയ റളിയല്ലാഹു അൻഹുവിനെ ചീത്ത പറഞ്ഞുകൊണ്ടാണ്. മുആവിയ റളിയല്ലാഹു അൻഹുവിനെ ചീത്ത പറഞ്ഞുകൊണ്ടാണ്, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സ്വഹാബത്തിനെ ചീത്ത പറഞ്ഞുകൊണ്ടാണ്, അവർ അവലംബിക്കാൻ കൊള്ളാവുന്നവരല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇതിൻ്റെയൊക്കെ തുടക്കം. ചേകനൂരിനെടുത്താലും അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ആളുകളെല്ലാം എടുത്താൽ അവരെല്ലാവരും ആദ്യം തന്നെ ആക്രമിക്കാൻ പോകുന്നത് സ്വഹാബത്തിനെയായിരിക്കും. അതുപോലെ തന്നെ പിന്നെ മുആവിയ റളിയല്ലാഹു അൻഹുവിനെ ആയിരിക്കും. എന്തുകൊണ്ടാണിത് എന്നുള്ളത് വളരെ ക്ലിയറായി നമ്മൾ മനസ്സിലാക്കണം. എന്തുകൊണ്ടാണിത്? കാരണം മുആവിയ റളിയല്ലാഹു അൻഹുവിനെ ആക്രമിക്കുന്നവരുടെ ഉദ്ദേശ്യം മുആവിയ റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയല്ല, മറിച്ച് ഇസ്ലാം തന്നെയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. കാരണം മഹാനായ മുആവിയ റളിയല്ലാഹു അൻഹു വഹി എഴുത്തുകാരനാണ്.
ഖുർആൻ രേഖപ്പെടുത്തിയ, ഖുർആൻ എഴുതി സൂക്ഷിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏൽപ്പിച്ചിട്ടുള്ള സ്വഹാബിയാണ് മുആവിയ റളിയല്ലാഹു അൻഹു. അപ്പോൾ മുആവിയ റളിയല്ലാഹു അൻഹു വിശ്വസിക്കാൻ കൊള്ളാത്തവനാണ്, അദ്ദേഹം മോശക്കാരനാണ് എന്ന് വരുത്തി തീർത്താൽ ഖുർആനിൻ്റെ സത്യതയെക്കുറിച്ച്, ഖുർആനിൻ്റെ ആ ഒരു ദൈവികതയെ അടക്കം നമുക്ക് ചോദ്യം ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇവരുടെയൊക്കെ ഉദ്ദേശം എന്താണ്? ആദ്യം പതിയെ മുആവിയ റളിയല്ലാഹു അൻഹുവിനെ ചീത്ത പറയുക, എന്നിട്ട് കുറച്ച് ഹദീസുകളെ തള്ളിക്കളയുക. അതിൻ്റെ തുടർച്ചയായിക്കൊണ്ട് യഥാർത്ഥത്തിൽ അവിടെ ചോദ്യങ്ങൾ പോകുന്നത് ഖുർആനിൻ്റെ സത്യതയിലേക്കാണ്. അങ്ങനെ ഇസ്ലാമിൻ്റെ ശത്രുക്കൾ, അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ ആശയപരമായ ശത്രുക്കളുടെ എല്ലാവരുടെയും ഉന്നം ഇങ്ങനെ സ്വഹാബത്താണ്. കാരണം സ്വഹാബത്തിൻ്റെ സ്വീകാര്യതയിൽ, സ്വഹാബത്തിൻ്റെ ആധികാരികതയിൽ ഒരു സംശയം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇസ്ലാമിൻ്റെ ആധികാരികതയിൽ തന്നെ സംശയം ഉണ്ടാക്കാൻ സാധിക്കും എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇവർ ഇത്തരത്തിലുള്ള പണികൾ എടുക്കുന്നത്. അപ്പോൾ ഒരുപക്ഷെ ഷാഫി കൊല്ലം ഇതൊന്നും മനസ്സിലാക്കിക്കൊണ്ട് ആയിരിക്കില്ല സംസാരിക്കുന്നത്. മറിച്ച് ഞാൻ പറയുന്നത്, ഇങ്ങനെയൊക്കെ സംസാരിക്കുമ്പോൾ, അപ്പോൾ ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, ഷിയാക്കൾ എന്ന് പറയുന്ന ഒരു വിഭാഗം അവരെ വളരെ കരുതിക്കൂട്ടിക്കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ചില കഥകളുടെ മുകളിലാണ് അദ്ദേഹത്തിൻ്റെ, ഈ ഷാഫി കൊല്ലത്തിൻ്റെയും അതുപോലെ തന്നെ CH മുസ്തഫയുടെയും എല്ലാവരുടെയും ആ ഒരു എല്ലാ കോട്ടകളും അതിൻ്റെ മുകളിലാണ് പണിതുയർത്തിയിട്ടുള്ളത്. ഷിയാക്കൾ ഉണ്ടാക്കിയിട്ടുള്ള ചില കഥകളുണ്ട്, ആ കഥകളുടെ മുകളിലാണ് ഇതെല്ലാം കിടക്കുന്നത്. അപ്പോൾ ആദ്യം അതൊന്ന് പരിശോധനാ വിധേയമാക്കണം എന്നാണ് ബഹുമാന്യനായ ഷാഫി കൊല്ലത്തോട് പറയാനുള്ളത്. കാരണം ഇത് എവിടേക്കാണ് എത്തിപ്പെടുന്നത്? കാരണം സ്വഹാബത്തിനെ കുറിച്ച് സംശയം ഉണ്ടാക്കുക, മുആവിയ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് സംശയം ഉണ്ടാക്കുക, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് സംശയം ഉണ്ടാക്കുക. അപ്പോൾ അതുവഴി എന്ത് ചെയ്യും? ഈ പറഞ്ഞ ആദ്യം പറയാതെ കുറേ ഹദീസുകൾ തള്ളാനുള്ള ന്യായമായിട്ടാണ് പറയുക, പിന്നെ അവസാനം ഖുർആൻ തന്നെ തള്ളുന്നതിലേക്ക് എത്തും. കാരണം ഖുർആനിൻ്റെ തന്നെ വിശ്വാസ്യത അതിലൂടെ തകർക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ഇവർ മനസ്സിലാക്കുന്ന ഒരു കാര്യം. അപ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ഇദ്ദേഹം പറയുന്നത് ഈ കള്ള ഹദീസുകൾ അല്ലെങ്കിൽ നിർമ്മിതമായിട്ടുള്ള ഹദീസുകൾ, തീർച്ചയായും ഞാൻ പറയുന്നത് നിർമ്മിത ഹദീസുകൾ ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്, നിർമ്മിത ഹദീസുകളുണ്ട്, ഒരുപാട് നിർമ്മിത ഹദീസുകളുണ്ട്. നിർമ്മിത ഹദീസുകൾ ഉണ്ട് എന്നുള്ളത് കൊണ്ട് യഥാർത്ഥ ഹദീസുകളെ തള്ളാൻ അതൊരു ന്യായമാണോ? ഒരിക്കലുമല്ല. കാരണം ഒരു പ്രോഡക്റ്റിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ട് എന്നുള്ളത് കൊണ്ട് ഒറിജിനലിൻ്റെ വിശ്വാസ്യത എങ്ങനെയാണ് അത് ചോദ്യം ചെയ്യപ്പെടുക? ഇപ്പോൾ അഡിഡാസിന് പകരം അബിബാസൊക്കെ ഇവിടെ ഉണ്ട് അല്ലേ? അപ്പോൾ അബിബാസുകൾ ഉള്ളത് കൊണ്ട് അഡിഡാസ് എന്ന് പറഞ്ഞ കമ്പനിക്ക് ഒരു സ്വീകാര്യത ഇല്ല എന്ന് പറഞ്ഞാൽ ഉണ്ടാവും, അതിനൊരു വാല്യൂ ഇല്ല എന്ന് പറഞ്ഞാൽ ഉണ്ടാവും. സ്വാഭാവികമായിട്ട് കുറച്ചൊരു വാല്യൂ ഉള്ളതിന് അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റുകൾ ഉണ്ടാവും. അതുപോലെ ഹദീസുകൾ എന്ന് പറയുന്നത് മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളും പ്രവർത്തികളും അനുവാദങ്ങളുമാണ്. അത് അത്രമേൽ സൂക്ഷ്മമായി കൊണ്ട് രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു, അത്രമേൽ കൃത്യമായി അത് സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റുകൾ ഉണ്ടാവും, കള്ള ഹദീസുകൾ ഉണ്ടാവും, ഓരോരുത്തരും അവരവരുടെ ആവശ്യത്തിന് വേണ്ടി ഉണ്ടാക്കിയ ഹദീസുകൾ ഉണ്ടാവും. അങ്ങനെ ഉണ്ട് എന്നുള്ളത് കൊണ്ട് യഥാർത്ഥ ഹദീസിന് വാല്യൂ ഇല്ലാതാവോ? അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ഹദീസുകൾ നിർമ്മിച്ചു, ശരിയാണ്, പലതരം ഹദീസുകൾ നിർമ്മിച്ചിട്ടുണ്ട്. അത് എന്താണ് ശരി, ഏതാണ് തെറ്റ്, ഏതാണ് സനദോടുകൂടി വന്നിട്ടുള്ളത്, ഏതാണ് സനദ് മുറിഞ്ഞത് എന്നുള്ളത് പരിപൂർണമായി മനസ്സിലാക്കാൻ നമുക്കിപ്പോൾ വഴികളുണ്ട്. അത് അല്ലാഹ് സംരക്ഷിച്ചിട്ടുണ്ട് അല്ലേ? ഇന്നാ നഹ്നു നസ്സൽനാ ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. ഈ ദിക്ർ എന്നുള്ളതിൽ ഖുർആനും ഹദീസും പെടുമെന്നുള്ളത് പണ്ഡിതന്മാർ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഹദീസുകളുടെയും ഖുർആനിൻ്റെയും സംരക്ഷണം അല്ലാഹ് ഏറ്റെടുത്തതാണ്. ആ അല്ലാഹ് ഏറ്റെടുത്ത ആ സംരക്ഷണം നമുക്ക് കൃത്യമായി ഇപ്പോൾ കാണാൻ സാധിക്കും. ഏതൊരു ഹദീസ് എടുത്തു നോക്കിയാലും അതിൻ്റെ നിവേദന പരമ്പരകൾ, സനദ് നമുക്ക് എടുക്കാൻ സാധിക്കും. അതിലേതെങ്കിലും അവിശ്വസനീയരായിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ ആ ഹദീസ് നമുക്ക് എടുക്കാൻ സാധ്യമല്ല. അത് ലഈഫായ ഹദീസാണ്, മൗലൂആയ ഹദീസാണ്. അങ്ങനെ പല രൂപത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. മുർസലായ ഹദീസുകൾ, അതേപോലെ തന്നെ സ്വഹീഹായ ഹദീസുകൾ, ഇങ്ങനെ ആ വേർതിരിവ് വളരെ ക്ലിയറാണ്. അപ്പോൾ ഏതാണ് കള്ളക്കഥകൾ, ഏതാണ് ദുർബലമായ കഥകൾ, ഏതാണ് ഉണ്ടാക്കിയ കഥകൾ, ഏതൊക്കെയാണ് സ്വഹീഹായ റസൂലിലേക്ക് കണ്ണികൾ എത്തുന്ന ഹദീസുകൾ എന്നുള്ളത് വളരെ ക്ലിയറായി നമുക്ക് മനസ്സിലാകാനുള്ള വഴികൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ നിശ്ചയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കള്ള ഹദീസ്, അദ്ദേഹം പറയുന്നൊരു കാര്യം എന്താ വെച്ചാൽ, നമ്മൾ ഈ ഹോട്ടലിലൊക്കെ പോകുമ്പോൾ ജീരകവും അതുപോലെ തന്നെ പഞ്ചസാരയും മിക്സ് ചെയ്തിട്ട് കിട്ടുമല്ലോ, അപ്പോൾ അതിൻ്റെ ഇടയിൽ നിന്ന് വേർതിരിക്കാൻ പ്രയാസമുള്ളതുപോലെയാണ് ഈ കള്ള ഹദീസുകളും യഥാർത്ഥ ഹദീസുകളും മനസ്സിലാക്കാനുള്ള ഒരു പ്രയാസം എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അത് അദ്ദേഹം പറയുന്ന വാചകം നിങ്ങൾ കേട്ടോളൂ. അവർ ഈ നന്മകൾക്കിടയിൽ തന്നെ എഴുതി ചേർത്ത്, നമുക്കിത് മനസ്സിലാവാത്തത് ഇതിൻ്റെ ഇടയിൽ ഈ നമ്മളെ ചില ജീരകവും പഞ്ചസാരയും കൂടിയൊക്കെ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ കിട്ടും. അതിൽ ജീരകം നല്ലതാണ് ദഹനത്തിനൊക്കെ, പഞ്ചസാര ഇത്രയും നല്ല വിഷം, ഇത്രയും വലിയ വിഷം വേറെ ഇല്ല. പക്ഷെ നമ്മളിത് ഒരുമിച്ച് തിന്നുമ്പോൾ മധുരം കൊണ്ട് അതങ്ങ് ഇറക്കിപ്പോയി. ഇത് രണ്ടും കൂടുമ്പോഴാണ് ഔഷധം എന്ന് നമ്മൾ വിചാരിച്ചു. അങ്ങനെയാണ് എന്നെപ്പോലുള്ള വിഡ്ഢികളായ വിശ്വാസികൾ സംശയവും പേറി ഇങ്ങനെ നടക്കുന്നത്. അത് എന്തുകൊണ്ട്? എൻ്റെ പ്രവാചകൻ അങ്ങനെ മാതൃകാ പുരുഷനാവണ്ടേ? ഞാൻ എൻ്റെ സുഹൃത്തിനോട് പറഞ്ഞു കൊടുത്തു, നീ പഠിച്ചിരിക്കുന്നത് പ്രവാചകനെ പഴിചാരിയിട്ടുള്ള കുറേ കഥകളാണ്. ആ കഥകൾക്കപ്പുറത്ത് യഥാർത്ഥത്തിൽ ഒരു മുഹമ്മദീയമുണ്ട്. എൻ്റെ വീടിൻ്റെ പേരാണത്. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഇങ്ങനെ കള്ളക്കഥകളുണ്ട്. തീർച്ചയായും
റസൂലിൻ്റെ പേരിൽ ഒരുപാട് ദുർബല ഹദീസുകൾ നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം പറഞ്ഞ ഈ കാര്യം ശരിയാണ്, കള്ള ഹദീസുകൾ നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് ശരിയായ ഒരു കാര്യമാണ്. പക്ഷേ അതിനെ അദ്ദേഹം തേടിപ്പോയ വേര് തെറ്റിപ്പോയി എന്നുള്ളതാണ് നമ്മൾ പ്രശ്നം. കാരണം എന്താ വെച്ചാൽ അദ്ദേഹം പറയുന്നത് മുആവിയ റളിയല്ലാഹു അൻഹു ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കാരണം എന്നാണ്. യഥാർത്ഥത്തിൽ മുആവിയ റളിയല്ലാഹുവിൻ്റെ അധികാരത്തിൻ്റെ കാലഘട്ടത്തിൽ ഈ രൂപത്തിൽ ഒരു ഹദീസ് ക്രോഡീകരണം അവിടെയല്ല യഥാർത്ഥത്തിൽ നടക്കുന്നത്. മറിച്ച് അതിനു മുമ്പേ തന്നെ പിന്നെ ഹദീസ് ക്രോഡീകരണങ്ങളും ഹദീസ് രേഖപ്പെടുത്തലുകളും എല്ലാം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. റസൂലിൻ്റെ കാലഘട്ടത്തിൽ തന്നെ ഹദീസുകൾ രേഖപ്പെടുത്തപ്പെട്ടിരുന്നു. അലി റളിയല്ലാഹുവിന് ഹദീസ് ക്രോഡീകരണം ഉണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഹദീസുകളുടെ രേഖപ്പെടുത്തലും അതിൻ്റെ സത്യതയും എല്ലാം വളരെ ക്ലിയറായി. അതിന് മുആവിയ റളിയല്ലാഹുവിന് പ്രത്യേക ഒരു ചരിത്രപരമായ ഒരു ബന്ധം എങ്ങനെയെങ്കിലും ഏതെങ്കിലും രൂപത്തിൽ സ്ഥാപിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതിന് തയ്യാറാവുകയാണ് വേണ്ടത്. അല്ലാതെ ഷിയാക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടേതായ ചില കാര്യങ്ങൾ പിന്നെ സ്ഥാപിക്കാനുണ്ട്. അതിനുവേണ്ടി അവരുണ്ടാക്കിയ ചില കഥകൾ, അതിൽ ചില വില്ലന്മാർ ആവശ്യമുണ്ട് അവർക്ക്. അതിന് അവർ വില്ലനായി സ്വീകരിച്ച ആളാണ് മഹാനായ മുആവിയ റളിയല്ലാഹു അൻഹു. അപ്പോൾ അത് സ്വീകരിച്ചുകൊണ്ട് അതേപോലെ മനസ്സിലാക്കിക്കൊണ്ട് അതിനുവേണ്ടി സംസാരിക്കുന്നതിന് പകരം ചരിത്രപരമായി ഒന്ന് പരിശോധിച്ച് നോക്കുക. മുആവിയ റളിയല്ലാഹു അൻഹുവും കള്ള ഹദീസുകൾ നിർമ്മിക്കുന്നതുമായിട്ട് എന്തെങ്കിലും ഒരു ബന്ധം ഏതെങ്കിലും രൂപത്തിൽ ചരിത്രപരമായി സ്ഥാപിക്കാൻ സാധിക്കുമോ എന്ന് പരിശോധിക്കുകയാണ് വേണ്ടത്. എന്നാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇതിന് നേർ വിപരീതമാണ് യഥാർത്ഥ ചരിത്രം. യഥാർത്ഥത്തിൽ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ അബ്ദുല്ലാഹ് ഇബ്നു സബഅ് എന്ന് പറയുന്ന വ്യക്തിയിലൂടെയാണ് ഈ പ്രശ്നങ്ങളുടെ തുടക്കം എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇത് ഒരുപക്ഷെ CH മുസ്തഫ എന്ന് കിട്ടിക്കൊള്ളുന്നില്ല. കാരണം CH മുസ്തഫ എന്തിനു വേണ്ടിയാണോ സംസാരിക്കുന്നത് അതിന് നേർ വിപരീതമായിട്ടുള്ള യഥാർത്ഥ ചരിത്രം അദ്ദേഹം പറയൂല. കാരണം ജൂതന്മാർ ഇസ്ലാമിനെ പുറത്തുനിന്ന് ആക്രമിച്ച് തകർക്കാൻ, ആശയപരമായി ഇസ്ലാമിനെ ആക്രമിക്കാൻ സാധ്യമല്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ ഇസ്ലാമിൻ്റെ അകത്തേക്ക് അവർ അയച്ചിട്ടുള്ള ഒരു ചാരനാണ് അബ്ദുല്ലാഹ് ഇബ്നു സബഅ്. അദ്ദേഹം മുസ്ലിമായി പിന്നെ അഭിനയിച്ചുകൊണ്ട് മുസ്ലിങ്ങൾക്കിടയിൽ ജീവിക്കുകയും അങ്ങനെ പിന്നെ ചില ആളുകളുടെയെങ്കിലും വിശ്വാസ്യത നേടിയെടുക്കാൻ ശ്രമിക്കുകയാണ്. അങ്ങനെ ഒരു ജൂതചാരൻ ഇസ്ലാമിലേക്ക് കടന്നു വരികയാണ്. അങ്ങനെ പിന്നെ അദ്ദേഹം ചെയ്തതെന്ന് വെച്ചാൽ ആദ്യം മുഹമ്മദ് നബിയുടെ കുടുംബത്തെക്കുറിച്ച് ഒരുപാട് പുകഴ്ത്തി പറയുകയും ആ രൂപത്തിലുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുകയും ചെയ്തു. അങ്ങനെ സൃഷ്ടിച്ചതിന് ശേഷം ഉസ്മാൻ റളിയല്ലാഹുവിനക്ക് എതിരെ അടക്കം ചില നീക്കങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി അദ്ദേഹം വളരെ ബോധപൂർവം ഇസ്ലാമിക സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടി ഈ ജൂതന്മാരുടെ ചാരനായിട്ടുള്ള അബ്ദുല്ലാഹ് ഇബ്നു സബഅ ആണ് യഥാർത്ഥത്തിൽ കള്ള ഹദീസുകൾ പറഞ്ഞു തുടങ്ങുന്നത്. കാരണം അബ്ദുല്ലാഹ് ഇബ്നു സബഅ പല കാര്യങ്ങളും ഇങ്ങനെ പറഞ്ഞു, അതൊക്കെ ആൾക്കാർ കേട്ടു. പിന്നെ അവസാനം പറഞ്ഞു യഥാർത്ഥത്തിൽ മുഹമ്മദ് നബിയുടെ മകളുടെ ഭർത്താവായിട്ടുള്ള അലി റളിയല്ലാഹു അൻഹുവാണ് ആദ്യത്തെ ഖലീഫയാകേണ്ടത് എന്ന് പറഞ്ഞപ്പോൾ ജനങ്ങൾ പറഞ്ഞു അത് നിങ്ങൾ പറഞ്ഞ ശരിയല്ല എന്ന് പറയുമ്പോൾ അവിടെ താൻ പറഞ്ഞത് ആളുകൾ സ്വീകരിക്കണം എന്നുണ്ടെങ്കിൽ ഖാല റസൂലുള്ളാഹി എന്ന് പറഞ്ഞാൽ അള്ളാൻ്റെ റസൂൽ അത് പറഞ്ഞിട്ടുണ്ട്, മുഹമ്മദ് നബി അത് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ജനങ്ങൾ വിശ്വസിക്കുന്നുള്ളത് കൊണ്ട് അദ്ദേഹം പിന്നെ ആ രൂപത്തിൽ ഒരുപാട് നിർമ്മിതമായ ഹദീസുകൾ ഉണ്ടാക്കുകയാണ്. അങ്ങനെയാണ് കള്ള ഹദീസുകൾ ഉണ്ടാകുന്നത്. അങ്ങനെയാണ് ഷിയാക്കൾ അവരുടെ രാഷ്ട്രീയ ലക്ഷ്യത്തിനു വേണ്ടി, മുസ്ലിങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടി, മുസ്ലിങ്ങൾക്കിടയിൽ ചേരുതിരിവുകൾ ഉണ്ടാക്കാൻ വേണ്ടി അവരുണ്ടാക്കി തുടങ്ങിയതാണ് വ്യാജ ഹദീസുകൾ. അത് വളരെ കൃത്യമായി ഇസ്ലാമിക ചരിത്രത്തിൽ അത് പിടികൂടപ്പെടുകയും നെല്ലും പതിരും വേർതിരിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഷാഫിക്കൊല്ല ഒരിക്കലും പ്രയാസപ്പെടേണ്ടതില്ല. ജീരകവും പഞ്ചസാരയും വേർതിരിക്കപ്പെട്ടിട്ടുണ്ട്. വളരെ ക്ലിയറായി ഏതാണ് ജീരകം ഏതാണ് പഞ്ചസാര എന്ന് വളരെ വ്യക്തമായി ആർക്കും പരിശോധിക്കാൻ പറ്റുന്ന രൂപത്തിൽ ഇന്ന് സനദുകൾ ലഭ്യമാണ്. അപ്പോൾ അതുകൊണ്ട് അവിടെ നമ്മൾ ആ ചരിത്രപരമായി അതിനെ മനസ്സിലാക്കിയതിൽ പ്രശ്നങ്ങൾ ഉണ്ടോ എന്നുള്ളത് പരിശോധിക്കാൻ ബഹുമാന്യനായ ഷാഫി കൊല്ലം തയ്യാറാവണം എന്നുള്ളതാണ് വളരെ വിനയത്തോടു കൂടി പറയാനുള്ളത്. കേവലം ഇത്തരക്കാരായ ആളുകൾ ചേകനൂരിൻ്റെയും CH മുസ്തഫയുടെയും അതുപോലെ തന്നെ ജബ്ബാറിൻ്റെ ഒക്കെ കഥകൾ കേട്ടു പോകുന്നതിനപ്പുറത്ത് യഥാർത്ഥ വസ്തുനിഷ്ഠമായി ഇസ്ലാമിക ചരിത്രം പരിശോധിക്കാൻ തയ്യാറാണ്. ഞാൻ ജസ്റ്റ് ഒരു ചോദ്യം ചോദിക്കാം. ഈ മുആവിയ റളിയല്ലാഹുവിനെ കുറിച്ചൊക്കെ ഈ രൂപത്തിൽ സംസാരിച്ച ഷാഫി കൊല്ലം അല്ലെങ്കിൽ ഇതുപോലെയുള്ള ആളുകൾ നിങ്ങൾ എപ്പോഴെങ്കിലും ഇതിൻ്റെ മറുവശം വായിക്കാനെങ്കിലും തയ്യാറായിട്ടോ? മലയാളത്തിൽ തന്നെ ഒരു പുസ്തകമുണ്ട്, മുആവിയ റളിയല്ലാഹു അൻഹു വിമർശനങ്ങൾക്ക് മറുപടി എന്ന് പറഞ്ഞുകൊണ്ട് ചരിത്രപരമായി ഈ ഉന്നയിക്കപ്പെടുന്ന ഓരോ കാര്യങ്ങൾക്കും മറുപടി പറഞ്ഞുകൊണ്ട് പുസ്തകങ്ങൾ മലയാളത്തിലടക്കം ലഭ്യമാണ്. ആ പുസ്തകം താങ്കൾ വായിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ അത് വായിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? മറുവശം മനസ്സിലാക്കാൻ ശ്രമിച്ചു. സത്യാന്വേഷണം എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ചില ആൾക്കാർ പറയുന്ന ചില ഷിയാ കഥകളും അതുപോലെ തന്നെ മതനവീകരണ കഥകളും മാത്രം കേട്ടു പോയാൽ പോരല്ലോ. അതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? ഷിയായിസത്തിൻ്റെ തുടക്കത്തെക്കുറിച്ച് പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ അതിന് തയ്യാറാവണമെന്നുള്ളതാണ്. മുആവിയ റളിയല്ലാഹുവിനെ കുറിച്ച് ഉന്നയിക്കപ്പെടുന്ന ഓരോ ആരോപണങ്ങൾക്കും വസ്തുനിഷ്ഠമായി കൊണ്ട് അക്കമിട്ടുകൊണ്ട് ഇസ്ലാമിക ലോകത്ത് മറുപടികൾ പറഞ്ഞിട്ടുണ്ട്.
അപ്പോൾ അതുകൊണ്ട് ഈ ഒരു അജണ്ട ഇസ്ലാമിക ലോകത്തുണ്ടായിട്ടുള്ള ഈ ഷിയായിസത്തിൻ്റെ തുടക്കവും അതുമായി ബന്ധപ്പെട്ടുള്ള അജണ്ടകളെക്കുറിച്ചും കൃത്യമായി മനസ്സിലാക്കണം എന്നുള്ളതാണ് വളരെ വിനയത്തോടു കൂടി പറയുന്നത്. കാരണം എന്താ വെച്ചാൽ ഇത് ദീനിൻ്റെ അടിസ്ഥാനത്തെ തന്നെ ചോദ്യം ചെയ്യുക. കാരണം ഇതിൻ്റെയൊക്കെ പോക്ക് എങ്ങോട്ടാന്നുള്ളത് വളരെ ക്ലിയറാണ്. ഇത് തുടങ്ങിയ എല്ലാവരും അവിടേക്ക് തന്നെയാണ് പോയിട്ടുള്ളത്. ഇപ്പോൾ ചേകനൂർ മൗലവി എടുക്കാം. ചേകനൂർ മൗലവി ആദ്യം കുറച്ച് ഹദീസുകൾ തള്ളി തുടങ്ങി അവസാനം പിന്നെ എവിടേക്ക് എത്തി? മുഹമ്മദ് അള്ളാഹുവിനെ ചീത്ത പറഞ്ഞ് അവസാനം എവിടേക്ക് എത്തിയത്? സർവ്വമത സത്യവാദത്തിലേക്ക്. CH മുസ്തഫയുടെ അവസ്ഥയും ആദ്യം നമ്മൾ കേൾക്കുന്നത് വെച്ചാൽ മുഹമ്മദ് അള്ളാഹുവിനുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് അഭിപ്രായ വ്യത്യാസം എന്നുള്ള നിലയ്ക്ക് മാത്രമാണ് പല ആളുകളും മനസ്സിലാക്കുക. പക്ഷെ അത് അതിൻ്റെ തുടർച്ച എവിടേക്കാണ് പോകുന്നത്? അത് അവസാനം എത്തിപ്പെടുന്നത് മതനിഷേധത്തിലേക്കും മതനവീകരണം എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം സർവ്വമത സത്യവാദത്തിലേക്കാണ് അതും എത്തിപ്പെടുന്നത്. അപ്പോൾ ഇതിൻ്റെ എല്ലാം പരിണിതി എവിടേക്കാണെന്നുള്ളത് നമ്മൾ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് നമ്മൾ പറയുന്നത് കൃത്യമായി എന്താണ് ഇതിൻ്റെ ചരിത്രപരമായ വസ്തുത എന്ന് പരിശോധിക്കുവാനും മനസ്സിലാക്കുവാനും ശ്രമിക്കണം. കാരണം ഇത് ഇപ്പോൾ ഷാഫി കൊല്ലം പറഞ്ഞതെന്ന് വെച്ചാൽ ജീരകവും പഞ്ചസാരയും ആ വ്യാജനും അതുപോലെ തന്നെ ഒറിജിനലും ഉള്ളത് കൊണ്ട് കുറച്ച് പ്രയാസമാണെന്നുള്ളതാണ്. ഒറിജിനലും വ്യാജനും ഉണ്ടെന്നുള്ളത് ഒരിക്കലും ഒരു തരത്തിലും ഒരു കാര്യത്തിൻ്റെ സത്യതയെ ചോദ്യം ചെയ്യപ്പെടുന്നൊരു കാര്യമല്ല. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പറഞ്ഞ ഷിയാക്കളുണ്ടല്ലോ, ഈ പറഞ്ഞ ഷിയാക്കളിൽ ഒരു വിഭാഗം അവർ പറയുന്നത് വെച്ചാൽ ഖുർആൻ പോലും പൂർണ്ണമല്ല എന്നാണ്. നമ്മൾ ഓതിക്കൊണ്ടിരിക്കുന്ന ഖുർആൻ ഉണ്ടല്ലോ, അത് അല്ല പൂർണ്ണമായിട്ടുള്ള ഖുർആൻ അല്ല, 70,000 ആയത്തുകളുള്ള യഥാർത്ഥ ഖുർആൻ ഉണ്ട് എന്ന് വാദിക്കുന്ന ഷിയാക്കളുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഖുർആൻ അവർ പറയുന്നു എന്നുള്ളത് കൊണ്ട് യഥാർത്ഥ ഖുർആനിൻ്റെ സത്യതയെ ഏതെങ്കിലും രൂപത്തിൽ ബാധിക്കുമോ? കാരണം ഖുർആനിൻ്റെ ഓരോ കാര്യങ്ങളും മുത്തവാത്തിറായ സനദോടുകൂടി നമുക്ക് ലഭ്യമാണ്. ആ സനദ് തന്നെയാണ് ഹദീസുകൾക്കുള്ളത്, അല്ലേ? ഖുർആൻ സനദോടുകൂടിയാണ് നമുക്ക് ലഭിക്കുന്നത്. അതിൻ്റെ സത്യത അങ്ങനെയാണ് നമ്മൾ വെരിഫൈ ചെയ്യുന്നതെങ്കിൽ ഖുർആൻ ഷാഫി കൊല്ലം വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അതേ മാനദണ്ഡം വെച്ചിട്ടാണ് ഹദീസുകൾ നമ്മൾ വിശ്വസിക്കുന്നത്. ആ മാനദണ്ഡത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ആ ഹദീസുകൾ നമ്മൾ എടുക്കില്ല. ആ ഹദീസ് എടുക്കാത്തതിൻ്റെ കാരണം അത് മുഹമ്മദ് നബി പറയാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ പറഞ്ഞു എന്ന് സ്ഥാപിക്കപ്പെടാത്തത് കൊണ്ടാണ്. അപ്പോൾ ഏത് അടിസ്ഥാനത്തിലാണോ നമ്മൾ ഖുർആൻ സ്വീകരിക്കുന്നത് അതേ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഹദീസുകൾ സ്വീകരിക്കുന്നത്. ഖുർആൻ നമ്മൾക്ക് ഓരോ ആയത്തുകളും അല്ലെങ്കിൽ ഓരോ അധ്യായങ്ങളും നമുക്ക് ലഭിക്കുന്നത് സനദോടുകൂടിയാണ്. ഇന്നയാളിൽ കേട്ടു എന്ന രൂപത്തിലുള്ള ഒരു സനദോടുകൂടിയാണ് ഖുർആൻ ലഭിക്കുന്നത്. ഖുർആനിൻ്റെ സത്യത വെരിഫൈ ചെയ്യുന്നത് ആ സനദ് മുഖേനയാണ്. ഖുർആനിൻ്റെ പാരായണ വ്യത്യാസങ്ങൾ പോലും സനദ് മുഖേനയാണ് നമുക്ക് ലഭിക്കുന്നത്. അല്ലേ? ഇപ്പോൾ ഈ ജബ്ബാറൊക്കെ പറയും പല ഖുർആൻ എന്നൊക്കെ പറയുന്ന ആ പാരായണ വ്യത്യാസങ്ങളടക്കം ആ ഓരോ ഖിറാഅത്തുകളടക്കം നമുക്ക് സനദോടുകൂടി ലഭിക്കുന്നുണ്ട്. ആ ഖുർആനിൻ്റെ സത്യത എങ്ങനെയാണോ നമ്മൾ വെരിഫൈ ചെയ്തത് അതേ രൂപത്തിലാണ് നമ്മുടെ ഹദീസിൻ്റെ സത്യതയും വെരിഫൈ ചെയ്യുന്നത്. സനദ് മുഖേനയാണ് ദീൻ സ്ഥാപിതമായിട്ടുള്ളത്. അപ്പോൾ ആ സനദ് ഹദീസിനുണ്ട്, ഖുർആനിനുണ്ട്. ഇനി ഈ പറഞ്ഞ സനദ് പറ്റൂല, അല്ലെങ്കിൽ ഖുർആൻ പറ്റൂല, ഹദീസ് പറ്റൂല എന്നുണ്ടെങ്കിൽ അതേ രൂപത്തിൽ സ്ഥാപിക്കപ്പെട്ട ഖുർആനും തള്ളേണ്ടി വരും. അപ്പം അതുകൊണ്ട് ഇത് വളരെ ഗൗരവത്തോടു കൂടി പഠിക്കേണ്ടുന്ന ഒരു വിഷയമാണ്. ആ സനദിനെ നിഷേധിച്ച. ഇനി രണ്ടാമത്തെ ഒരു കാര്യം, ഈ ഡ്യൂപ്ലിക്കേറ്റ് ഉള്ളത് കൊണ്ട് പിന്നെ ഒറിജിനലെ തള്ളുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് നേരത്തെ പറഞ്ഞ പോലെ ഖുർആൻ ഡ്യൂപ്ലിക്കേറ്റ് ഷിയാക്കൾ പറയുന്നുണ്ട്. ആ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ട് എന്നുള്ളത് കൊണ്ട് യഥാർത്ഥ ഖുർആൻ ഷാഫി കൊല്ലം തള്ളുവോ? ഇപ്പോൾ ഖുർആൻ അകംപൊരുൾ എന്നൊക്കെയാണല്ലോ പറയുന്നത്. ഏത് ഖുർആൻ്റെ അകംപൊരുളാണ് നിങ്ങൾ നോക്കുന്നത്? ഈ പറഞ്ഞ മുസ്ലിങ്ങളെല്ലാവരും അംഗീകരിക്കുന്ന ഖുർആനാണോ അതല്ല ഷിയാക്കളുടെ ഡ്യൂപ്ലിക്കേറ്റ് ഖുർആൻ്റെ അകംപൊരുളാണോ നിങ്ങൾ അന്വേഷിക്കുന്നത്? അല്ലേ? ഒരു ചോദ്യമാണ്. അപ്പം വളരെ ക്ലിയർ ആയിക്കൊണ്ട് ഈ രൂപത്തിൽ ശരിക്കുള്ള ഖുർആൻ ഇതല്ല എന്നൊക്കെ പറയുന്ന ആളുകൾ കൂടെ ഉണ്ട് എന്നുള്ളത് കൊണ്ട് ഒരിക്കലും ഖുർആൻ്റെ സത്യതയെ അത് ചോദ്യം ചെയ്യപ്പെടുന്നില്ല. ഖുർആൻ വളരെ ക്ലിയറായി ഓരോ ആയത്തുകളും ഓരോ അധ്യായങ്ങളും അത് പരിപൂർണമായി സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നത് പോലെ ഹദീസുകളും ഏതാണ് സ്വഹീഹ് ഏതാണ് ലഈഫ് എന്നുള്ളത് പരമ്പരകൾ നോക്കിക്കൊണ്ട് നമുക്ക് പരിശോധിക്കാൻ സാധിക്കും. അപ്പോൾ അതിൽ നിന്നൊക്കെ മാറിക്കൊണ്ട് സ്വഹാബത്ത് മോശമാണ് അല്ലെങ്കിൽ അതിലുള്ള ഇന്ന ആളുകൾ മോശമാണ് എന്ന് വരുത്തി തീർക്കുന്നത് ദീനിനെ തകർക്കാനുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി പല ആളുകളും പടച്ചുവിടുന്നതാണ് എന്ന് മനസ്സിലാക്കണം എന്നുള്ളതാണ് നമുക്ക് വളരെ വിനയത്തോടു കൂടി പറയാനുള്ളത്. അപ്പോൾ ഈ രൂപത്തിൽ ഖുർആനിലും ഹദീസിലും അതിനെക്കുറിച്ച് പിന്നെ ഇത്തരത്തിലുള്ള സംശയങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത് വളരെ ബോധപൂർവം ചില ആളുകൾ അജണ്ടയായി സ്വീകരിച്ചതാണ് എന്ന് മനസ്സിലാക്കുകയും ഖുർആനിൻ്റെയും ഹദീസിൻ്റെയൊക്കെ സംരക്ഷണത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കാനും ശ്രമിക്കണം എന്നുള്ളതാണ് അദ്ദേഹത്തോട് പറയാനുള്ളത്. പിന്നെ അദ്ദേഹം അവസാനത്തോട്ട് പോകുമ്പോൾ അദ്ദേഹം പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ചില യുക്തികൾ അദ്ദേഹം പറയാണ്. ഇപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹം ഒരു ഗായകനാണ്, പിന്നെ ഒരു മാപ്പിളപ്പാട്ട് ഒക്കെ ആ രൂപത്തിൽ ജീവിച്ചു പോകുന്ന ഒരാളാണ്. അദ്ദേഹത്തിന് സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് ഇഷ്ടപ്പെടാത്ത ചില കാര്യങ്ങൾ ദീനിലുണ്ടെന്ന് പറയുമ്പോൾ ഒരു പ്രയാസം തോന്നുക അല്ലെങ്കിൽ അതിനോടൊരു യോജിപ്പ് ഉണ്ടാവാതിരിക്കുക എന്നുള്ളത് സ്വാഭാവികമാണ്. പക്ഷേ നമ്മളൊരിക്കലും നമ്മളുടെ ഉപജീവനമോ നമ്മളുടെ ജീവിതമോ നോക്കിയിട്ടല്ല ഒരു കാര്യത്തിൻ്റെ സത്യതയെ നമ്മൾ തീരുമാനിക്കേണ്ടത്. അപ്പോൾ ഒരു ഉദാഹരണത്തിന് ഒരു ലോട്ടറി കച്ചവടക്കാരന് ലോട്ടറി ഹറാമാണ് എന്ന് പറഞ്ഞാൽ അയാൾക്ക് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പറ്റിക്കൊള്ളുന്നില്ല. കാരണം അയാൾ അതോടുനാടും ജീവിക്കുന്നത്. അപ്പോൾ
അതൊരിക്കലും ആ ലോട്ടറി ഹറാമാണ് എന്ന് പറയുന്നതിൻ്റെ സത്യതയെ ബാധിക്കുന്നില്ല. കാരണം അയാളുടെ ഒരു ഉപജീവനമായിട്ട് ബന്ധപ്പെടുന്ന അയാൾക്കത് സ്വീകരിക്കാൻ പ്രയാസമുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതേപോലെ ഒരു വ്യഭിചാരശാല നടത്തുന്ന ഒരാളോട് വ്യഭിചാരം ഹറാമാണെന്ന് പറഞ്ഞാൽ അയാൾക്ക് അത്ര ഇഷ്ടപ്പെട്ടിക്കൊള്ളുന്നില്ല. ഇതുപോലെ നമ്മളുമായി ബന്ധപ്പെട്ടുമ്പോൾ അതിൽ നമുക്കിഷ്ടപ്പെടാത്ത നമ്മുടെ ഒരു ദേഹേച്ഛയോട് ചേർന്ന് നിൽക്കാത്ത എന്തെങ്കിലുമൊക്കെ ഒരു കൽപ്പനകൾ അത് ഉണ്ട് എന്നുള്ളത് കൊണ്ട് നമ്മൾ ഒറ്റയടിക്കത് നിഷേധിക്കുന്നതിന് പകരം എന്താണത്, ഇസ്ലാം എന്താണ് പറഞ്ഞത്, റസൂൽ എന്താണ് പറഞ്ഞത് എന്നുള്ളത് കൃത്യമായി അവലോകനം ചെയ്യാനും മനസ്സിലാക്കാനും ശ്രമിക്കണം എന്നാണ് അദ്ദേഹം പറയുന്നത്. വെച്ചാൽ കലകളെ മൊത്തം ഇസ്ലാം കണ്ട് നിഷിദ്ധാക്കിയിട്ടുണ്ടെന്നാണ്, അങ്ങനെ പറയുന്നു എന്നാണ്. ആരാണത് പറയുന്നത്? ഒരിക്കലും പറയുന്നില്ല. അദ്ദേഹം പറയുന്ന വാചകം നിങ്ങൾ കേട്ടോളൂ. അല്ലെങ്കിൽ ഈ ഐക്യപ്പെടാനുള്ള സംഗീത സദസ്സും സിനിമയും കലകളും ഒക്കെ തെറ്റാണെന്ന് പഠിപ്പിക്കുന്നത് തന്നെ ഒന്നും കൂടെ ആലോചിച്ച് നോക്കിയേ. അപ്പോൾ കലകൾ തെറ്റാണെന്ന് ആരാണ് പറഞ്ഞത്? പാട്ടുപാടുക അല്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിൽ പെൺകുട്ടികളും അതുപോലെ തന്നെ ആൺകുട്ടികൾ, ചെറിയ കുട്ടികളൊക്കെ പാട്ടുപാടിയതായി നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ പല ഇസ്ലാം വിമർശകരായിട്ടുള്ള ആളുകൾ, അന്നേ ഉണ്ടല്ലോ ഇങ്ങനെയുള്ള കുറേ ആൾക്കാർ, അവർക്ക് മറുപടി ആയിക്കൊണ്ട് കവിതകൾ ചൊല്ലിയ കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ കലകളെ മൊത്തത്തിലാണ്ട് ഇവിടെയുള്ള മുസ്ലിങ്ങൾ നിഷേധിക്കുന്നു എന്ന രൂപത്തിൽ വരുത്തി തീർക്കുകയാണ്. ഒരിക്കലും അങ്ങനെയല്ല, മറിച്ച് സംഗീത ഉപകരണങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഹദീസുകളെ കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. ഒരിക്കലും സംഗീത ഉപകരണങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ഹദീസിനെ മൊത്തത്തിലായിട്ട് കലകളെ തന്നെ നിഷിദ്ധമാക്കി എന്ന് പറയുന്നതിന് യാതൊരു അടിസ്ഥാനമില്ല. അപ്പോൾ മൊത്തം കലകളെ നിഷിദ്ധമാക്കി എന്നൊരു സ്ട്രോമാൻ വെച്ചിട്ട് പിന്നെ അതിനെതിരെ സംസാരിക്കുകയാണ് അദ്ദേഹം ചെയ്യുന്നത്. ഇനി അദ്ദേഹം പറയുന്ന ഒരു കാര്യം, ഇനി DJ പാർട്ടികൾ പോലെയുള്ള അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിനെ നിരുത്സാഹപ്പെടുത്തുന്ന കാര്യമാണെന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇസ്ലാം വളരെ ക്ലിയർ. ഇപ്പോൾ അദ്ദേഹം ഹദീസുകളെ അദ്ദേഹം എന്തായാലും എടുക്കൂല, പോട്ടെ, ഖുർആനിൽ തന്നെ വളരെ കൃത്യമായിട്ട് വമിനന്നാസിമ യസ്തരി ലഹു അൽ ഹദീസ്, ഖുർആനിൽ തന്നെ വളരെ കൃത്യമായിട്ട് കാണാൻ സാധിക്കും. വിനോദ വർത്തമാനങ്ങളെ വിലക്കു വാങ്ങുന്ന ചില ആളുകളുണ്ട്. ലിയുദില്ല അൻ സബീലിഹി, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്നും ആളുകളെ, അപ്പോൾ ദൈവസ്മരണയിൽ നിന്നും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്നും ആളുകളെ തെറ്റിക്കുന്ന രൂപത്തിലുള്ള ഇത്തരത്തിലുള്ള വിനോദങ്ങൾ, അതിനും ഇസ്ലാമിൽ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അതെന്തോന്ന് ചോദിച്ചാൽ ദൈവസ്മരണയിൽ, അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണയിലാണ് ഒരു മനുഷ്യൻ ജീവിച്ചു പോകേണ്ടത്. അതിലൂടെയാണ് ഒരു മനുഷ്യന് ശാന്തി ലഭിക്കുക എന്നാണ് ഇസ്ലാം പറയുന്നത്. അതിന് പകരം ഇങ്ങനെയുള്ള DJ പാർട്ടിയിൽ നല്ല റോക്കും മ്യൂസിക്കും ഇട്ടിട്ട് ഇങ്ങനെ തുള്ളിക്കളിച്ചാൽ ഒരു വ്യാജമായ ഒരു ആനന്ദവും ഒരു ആസ്വാദനവും ഒരു പക്ഷേ ലഭിച്ചേക്കും. പക്ഷേ ഇസ്ലാം പറയുന്നത് അങ്ങനെ വ്യാജമായ ആനന്ദങ്ങളിലും ആസ്വാദനങ്ങളിലും അല്ല നിങ്ങൾ മുഴുകേണ്ടത്, മറിച്ച് നിങ്ങൾ അള്ളാഹുവിൻ്റെ വചനങ്ങളിലേക്ക്, അതിൻ്റെ പൊരുളുകളിലേക്ക്, അതിൻ്റെ സത്യതയിലേക്ക്, അതിൻ്റെ ആസ്വാദനത്തിലേക്ക് നിങ്ങൾ വരൂ എന്നാണ് ഇസ്ലാം പറയുന്നത്. അതുകൊണ്ട് അങ്ങനെ വ്യാജമായ ആസ്വാദനങ്ങളെ, ആനന്ദങ്ങളെ ഇസ്ലാം എന്ത് ചെയ്യുന്നുണ്ട്? റെസ്ട്രിക്റ്റ് ചെയ്യുന്നുണ്ട്. ഇതിനെ മൊത്തത്തിൽ കലയെ റെസ്ട്രിക്റ്റ് ചെയ്തു എന്ന് വരുത്തി തീർക്കുന്നത് ഒരു സ്ട്രോമാൻ ആണ് എന്നുള്ളത് കൂടി സൂചിപ്പിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നത് വെച്ചാൽ ആളുകളെ ഐക്യപ്പെടുത്താനുള്ള വഴികളാണ് എന്നുള്ളതാണ് ഇതിന് പറയുന്നത്. ഇപ്പോൾ ഒരു DJ പാർട്ടി, അതിലെല്ലാ മതസ്ഥരും ഉണ്ടാവുമല്ലോ അല്ലേ? നമ്മളൊരു മതപ്രസംഗം നടക്കുകയാണെങ്കിൽ കവലയിൽ ആ മതത്തിൻ്റെ ആൾക്കാർ മാത്രം കേൾക്കും. രാഷ്ട്രീയ പ്രസംഗമാണെങ്കിൽ അവരുടെ ആൾക്കാർ മാത്രം. ഒരു പിഞ്ചു കുഞ്ഞോ അല്ലെ ആബാലവൃദ്ധൻ ജനങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരു കാറ്റഗറിയിൽപ്പെട്ട ഒരാൾ ഒരു പാട്ട് പാടാൻ, ഒരു ഇൻസ്ട്രുമെൻറ്റ്സ് വേണമെന്നില്ല, ഒന്നും വേണമെന്നില്ല, വെറുതെ പയറ്റത്തടിച്ച് പാടിയെന്ന് വെച്ചോ, ഈ നാനാജാതിയും അവനിലേക്ക് ആകർഷണമാകും. അല്ലെങ്കിൽ ഒരു കലാരൂപം കാണിക്കുമ്പോൾ നാനാജാതിയും ഐക്യപ്പെടുന്നു. ഈ ഐക്യപ്പെടുത്തലിന് കാരണക്കാരനായിട്ട് വലിയ വരദാനമായിട്ട് വലിയ അനുഗ്രഹമായിട്ട് കിട്ടുന്ന ഈ കലകളെ തെറ്റാണെന്ന് പഠിപ്പിച്ചു കൊടുത്തത് ആരാണ്? അപ്പോൾ അദ്ദേഹം വീണ്ടും മിക്സ് ചെയ്യാണ്. കലകൾ തെറ്റാണെന്ന് ആരും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇദ്ദേഹം പറയുന്നത് സിനിമ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആളുകൾ കൂടിച്ചേരുന്ന DJ പാർട്ടി പോലുള്ളതായിരിക്കാം ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. അപ്പോൾ ഒരാൾ പാട്ട് പാടുന്നതിനെ കുറിച്ചല്ല ഈ പറയുന്നത്, മറിച്ച് ഈ രൂപത്തിലുള്ള സിനിമ പോലെയുള്ള അത്തരത്തിൽ വ്യാജമായ ആനന്ദങ്ങളിലേക്ക് പോകുമ്പോൾ അവിടെ നമ്മൾ ഇസ്ലാമിൽ അതിന് റെസ്ട്രിക്ഷൻസ്, ലിയുദില്ല അൻ സബീലിഹി, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് തെറ്റിക്കുന്ന ഈ വിനോദ വർത്തമാനങ്ങൾ വിലക്കു വാങ്ങുക എന്നതിനെക്കുറിച്ചുള്ള റെസ്ട്രിക്ഷനാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിന് അദ്ദേഹം പറഞ്ഞ ന്യായം എന്താണെന്ന് ചോദിച്ചാൽ അവിടെ എല്ലാവരും വരുന്നുണ്ടല്ലോ എന്നാണ്. തിയേറ്ററിൽ നോക്കുകയാണെങ്കിൽ ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യാനി എല്ലാവരും ഉണ്ടാവും. അതേപോലെ ഇപ്പം ഒരു DJ പാർട്ടി നോക്കുകയാണെങ്കിൽ ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യാനി എല്ലാം ഉണ്ടാവും. ഒരു മതപ്രസംഗത്തിൽ കുറച്ച് മുസ്ലിങ്ങളെല്ലാം ഉണ്ടാവുള്ളൂ എന്നാണ്. അപ്പം ഇത് അദ്ദേഹം ഒരു ന്യായമായിട്ട് പറയുകയാണ്. യഥാർത്ഥത്തിൽ നമ്മൾ പരിശോധിക്കേണ്ടത് ആധികാരികമായി ഇന്നത് എന്താണ് ഇസ്ലാമിൽ ഹറാമായിട്ടുള്ളത്, എന്താണ് ഹലാലായിട്ടുള്ളത്, എന്താണ് ശരിയായിട്ടുള്ളത്, എന്താണ് തെറ്റ്. കലകളെ മൊത്തത്തിൽ ഇസ്ലാം എന്ത് ചെയ്യുന്നില്ല, നിഷിദ്ധമാക്കുന്നില്ല. എന്നാൽ ചില റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അതെന്താണ് ആ റെസ്ട്രിക്ഷൻ, എവിടെയാണ് അതിൻ്റെ പരിധി എന്നുള്ളത് പരിശോധിക്കല്ലാതെ ഇങ്ങനൊരു ന്യായം പറഞ്ഞുണ്ട് അതൊക്കെ ആവാം എന്ന് പറയുന്നിടത്ത് ചെറിയൊരു പ്രശ്നമില്ലേ? ഇത് നമുക്ക് വേറെ എവിടെ വേണമെങ്കിലും ഉദ്ധരിച്ചൂടെ അല്ലേ? സാധാരണ നമ്മൾ പറയാറുണ്ട് കേരളത്തിൽ ഏറ്റവും കൂടുതൽ മതസൗഹാർദ്ദവും അതുപോലെ തന്നെ സാഹോദര്യമൊക്കെ ഉള്ളത് ഈ ബാറിൻ്റെ മുമ്പിലാണെന്ന്, അല്ലെങ്കിൽ കള്ളുഷാപ്പിൻ്റെ മുമ്പിലാണ്. കാരണം കള്ളുഷാപ്പിൻ്റെ മുമ്പിൽ ആ ഒരു ക്യൂ അത്ര വളരെ അച്ചടക്കത്തോടു കൂടി ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യാനിയും മതമുള്ളവരും മതമില്ലാത്തവനൊക്കെ വളരെ അച്ചടക്കത്തോടു കൂടി അവിടെ ക്യൂ നിൽക്കും. അപ്പോൾ അവിടെ മതമുണ്ടോ? അപ്പോൾ ഈ ലോജിക്ക് നമ്മൾ അവിടേക്ക് അപ്ലൈ ചെയ്താലോ? കള്ള് ഷാപ്പിൻ്റെ മുമ്പിലേക്ക് നോക്കുമ്പോൾ അവിടെ ഒരു മതമില്ല, അവിടെ ഒരു ജാതിയില്ല, അവിടെ ഒരു പ്രശ്നമില്ല, എന്തൊരു നല്ല സാഹോദര്യം എന്ന് പറഞ്ഞിട്ട് കള്ള് ഓക്കെ ആണെന്ന് പറഞ്ഞാൽ അങ്ങനെ ഉണ്ടാവും?
അപ്പോൾ ഇതല്ല യഥാർത്ഥത്തിൽ ഞാൻ ഒരിക്കലും ഇനി പിന്നെ ഡി ജെ പാർട്ടിയെ കള്ളുഷാപ്പുമായി തുലനം ചെയ്തു എന്ന് പറയുന്നത് ഞാൻ ആ ലോജിക്കിനെയാണ് ചോദ്യം ചെയ്തത്. ഒരിക്കലും അതല്ല നമ്മൾ ഒരു കാര്യം ശരിയോ തെറ്റോ എന്ന് സ്വീകരിക്കാനുള്ള മാനദണ്ഡമാക്കണം. ശരിയോ തെറ്റോ എന്ന് നോക്കാൻ അതിൻ്റേതായ മാനദണ്ഡങ്ങളുണ്ട്. അതിൻ്റെ ധാർമ്മികത നമ്മൾ സ്വീകരിക്കുന്നത് എന്തടിസ്ഥാനത്തിലാണ് എന്നൊരു മാനദണ്ഡമുണ്ട്. അവിടെ നിങ്ങൾ വിശുദ്ധ ഞാൻ ആദ്യം ഷാഫി കൊല്ലം തന്നെ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, സമർപ്പണം അല്ലെങ്കിൽ ഇസ്ലാം, ദീൻ, ഇസ്ലാം അല്ലെ, ആ വഴി, അള്ളാഹുവിൽ സ്വീകാര്യമായിട്ടുള്ള പ്രപഞ്ച സ്രഷ്ടാവിൻ്റെ അടുക്കൽ സ്വീകാര്യമായിട്ടുള്ള വഴി സമർപ്പണമാണ്, അള്ളാഹുവിനുള്ള സമർപ്പണമാണ് എന്ന ഒരു വഴിയിലേക്ക് നമ്മൾ നോക്കുമ്പോൾ അവിടെ അള്ളാഹു എന്താണ് ഇതിനെക്കുറിച്ച് പറഞ്ഞത്, അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് ഇതിനെക്കുറിച്ച് പറഞ്ഞത് എന്നാണ് ആ സമർപ്പണത്തിൻ്റെ വഴിയിലേക്ക് അത് സ്വീകരിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം അതാണ് മാനദണ്ഡം. അത് മാനദണ്ഡമാണെങ്കിൽ അവനെന്ത് ചെയ്യൂ, ഖുർആനും ഹദീസും നോക്കും, സ്വഹീഹായ ഹദീസുകളും ഖുർആനും നോക്കിക്കൊണ്ട് ഇതിലെന്താണ് ഹറാമായിട്ട് പറഞ്ഞത് അത് ഒഴിവാക്കും, ഇതിലെന്താണ് ഹലാലായിട്ട് പറഞ്ഞത് അത് സ്വീകരിക്കും, എന്താണ് നിർബന്ധമായിട്ട് പറഞ്ഞത് അത് സ്വീകരിക്കും. അപ്പം അതാണ് നമ്മുടെ മാനദണ്ഡം. അതല്ലാതെ ഖുർആനിൽ അതൊക്കെ ഹറാമാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അതുപോലെ തന്നെ ഹദീസുകൾ അതൊക്കെ ഹറാമാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും എനിക്ക് ഇന്ന് യുക്തി തോന്നുന്നു, ഇന്ന ഒരു ന്യായം തോന്നുന്നു എന്നൊരാൾ പറയുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ നേരത്തെ ഷാഫി കൊല്ലം തന്നെ പറഞ്ഞിട്ടുള്ള ആ സമർപ്പണത്തിൽ നിന്നും അയാൾ വഴിമാറുകയാണെന്നാണ് എൻ്റെ അർത്ഥം. അപ്പം അവിടെ സമർപ്പണത്തിലേക്ക് തിരിച്ചു വരണം എന്നാണ് ഷാഫി കൊല്ലത്തോട് പറയാനുള്ളത്. അതുകൊണ്ട് ഒരിക്കലും നമ്മുടേതായ ഈ ഇത്തരത്തിലുള്ള ന്യായങ്ങൾ അത് എവിടേക്ക് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം. ഏത് തെറ്റിനെ ന്യായീകരിക്കാനും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏതൊരു തെറ്റ് ചെയ്യുന്ന ഒരാൾക്കും അവരുടേതായ ഒരു ന്യായം ഉണ്ടാവും. എന്ത് തെറ്റാവട്ടെ, ഏത് തരത്തിലുള്ള തെറ്റുകളാവട്ടെ, അതിനെല്ലാം അതിൻ്റേതായ ന്യായം ഉണ്ടാവും. അപ്പോൾ ഓരോരുത്തരും ഈ ന്യായം പറഞ്ഞാൽ ഇവിടെ നമുക്കൊരിക്കലും ധാർമ്മികതയോ സദാചാരമോ നിർവചിക്കാൻ സാധ്യമല്ല. അതുകൊണ്ടാണ് ഒബ്ജക്റ്റീവായിട്ടുള്ള ഒരു മാനദണ്ഡം, നമ്മളെക്കുറിച്ച് പൂർണ്ണമായി അറിയുന്ന, എല്ലാം അറിയുന്ന, നമ്മളേറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന, നമ്മെ സൃഷ്ടിച്ചിട്ടുള്ള, നമ്മളെക്കുറിച്ച് പരിപൂർണമായി അറിയുന്ന പടച്ചോനൊരു കാര്യം തെറ്റാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് തെറ്റ്, പടച്ചോനൊരു കാര്യം ശരിയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് ശരി. അതിനപ്പുറത്തേക്ക് നമ്മുടെ പരിമിതമായ യുക്തി വെച്ചിട്ടല്ല ഇതൊന്നും അനലൈസ് ചെയ്യേണ്ടത്. ഈ ഒരു ബോധ്യത്തിലേക്ക് നമ്മൾ വരണം. ആ ബോധ്യമാണ് യഥാർത്ഥത്തിൽ, ആ ബോധ്യത്തിലൂടെയുള്ള ഒരു സമർപ്പണമാണ്, അതിനെയാണ് ഇസ്ലാം എന്ന് പറയുന്നത്. ആ സമർപ്പണത്തിലൂടെ നമുക്കൊരു സമാധാനം കിട്ടാനുണ്ട്. മറ്റാരെയും ബോധ്യപ്പെടുത്താനില്ലാതെ നമുക്ക് പടച്ചവന് മാത്രം സമർപ്പിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ ഒരു ആന്തരികമായ ഒരു സമാധാനം കിട്ടാനുണ്ട്. ആ സമാധാനത്തെക്കുറിച്ച് കൂടി അതിനെ കൂടി ഉൾക്കൊള്ളുന്ന ഒരു പദം കൂടിയാണ് ഇസ്ലാം. അതുകൊണ്ടാണ് പലപ്പോഴും ഇസ്ലാം സമാധാനം എന്നൊരു അർത്ഥം കൂടി പറയുന്നത്. അപ്പോൾ ഏതായാലും ഈ സമർപ്പണത്തിലേക്ക് തിരിച്ചു വരിക എന്നുള്ളതാണ്. അപ്പോൾ അവിടെ പല ആളുകളും ചെയ്യുന്നത് വെച്ചാൽ, ഷാഫി കൊല്ലം തന്നെ അടുത്ത വാചകത്തിൽ ചെയ്യുന്നത് വെച്ചാൽ ഒരു രണ്ട് ബൈനറി സൃഷ്ടിക്കുകയാണ്. ഒന്നുകിൽ നിങ്ങൾ ഇത് സ്വീകരിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ തീവ്രവാദിയായി. ആലോചിച്ച് നോക്കുക, ഈ ഡി ജെ പാർട്ടിയും ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ ഇസ്ലാം ചില റെസ്ട്രിക്ഷൻസ് പറയുമ്പോഴത്തേക്ക് അത് ഇദ്ദേഹത്തിൻ്റെ ഈ യുക്തിയോട് യോജിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് അതിന് വിരുദ്ധമായിട്ടുള്ള ആളുകളൊക്കെ എന്ത് ചെയ്തു, തീവ്രവാദികളായി. ഇതൊക്കെ എവിടെ നിന്നാണ് തെറ്റായി തുടങ്ങിയത്? അതല്ലെങ്കിൽ ശരി എന്താണ്? ഇത് തെറ്റാന്ന് പറയുന്നവൻ്റെ ശരി തീവ്രവാദമാണ്. അതിലേക്ക് നമ്മൾ പോയി നമ്മളും നശിച്ച്, നമ്മളെ കണ്ട് വളരുന്ന മക്കളും നശിച്ച്, ചുറ്റോടുള്ള സമൂഹവും നശിച്ച്. അപ്പോൾ ഒന്നുകിൽ നിങ്ങൾ എന്താ ചെയ്യുക, ഈ പറഞ്ഞ ഇദ്ദേഹത്തിൻ്റെ യുക്തി സ്വീകരിക്കുക. അതെന്താ, ഖുർആനിലൊക്കെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഹദീസ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ റെസ്ട്രിക്ഷൻസ് ഒന്നും നിൽക്കണ്ട, എൻ്റെതായ ഒരു യുക്തിയുണ്ട്, അത് സ്വീകരിക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾ തീവ്രവാദികളായി. ഇതാണ് പ്രശ്നം. ഇവിടെയാണ് ഷാഫി കൊല്ലം ഒരു വേള പറയുന്നത് സമർപ്പണത്തെക്കുറിച്ചും പിന്നെ പ്രവാചകൻ കൊണ്ടുവന്നിട്ടുള്ള ഉന്നതമായ ആശയങ്ങളെക്കുറിച്ചൊക്കെ പറയാം. എന്നിട്ട് യഥാർത്ഥത്തിൽ അതിൻ്റെ CH മുസ്തഫയുടെ വേർഷൻ എത്തുമ്പോഴേക്ക് ഇത്ര ചുരുങ്ങിപ്പോവാണ്. കാരണം എനിക്ക് തോന്നിയൊരു ചെറിയൊരു യുക്തിയുണ്ട്, അത് അംഗീകരിക്കാത്ത ആൾക്കാരൊക്കെ തീവ്രവാദികളാണ് എന്ന് പറയുന്നതിൽ എന്തുമാത്രം കുടുസായ ചിന്തയാണെന്ന് ആലോചിച്ചിട്ടുണ്ടോ? മറ്റുള്ളവരെ കുറിച്ച് കുടുസതയും അതുപോലെ തന്നെ ഇടുങ്ങിയ ചിന്താഗതി എന്നൊക്കെ ആരോപിക്കുന്നതിന് മുമ്പ് സ്വന്തം പറയുന്ന ആശയങ്ങൾ അത്രത്തോളം കുടുസാണ്. എനിക്കൊരു വേർഷനുണ്ട്, ഞാൻ മനസ്സിലാക്കിയ ഒരു യുക്തിയുണ്ട്, എൻ്റെതായ രൂപത്തിൽ ഞാൻ മനസ്സിലാക്കിയ ഒരു യുക്തിയുണ്ട്. ആ യുക്തിക്കപ്പുറത്തേക്ക് സംസാരിക്കുന്നവരൊക്കെ തീവ്രവാദികളാണ്. ഈ ഒരു ബൈനറിയാണ് യഥാർത്ഥത്തിൽ ഒരു അവസാനം കൊണ്ടുവരുന്നത്. അപ്പോൾ ഏതായാലും ഞാൻ പറയുന്നത്, നമ്മൾക്ക് ശരിയും തെറ്റും വേർതിരിക്കാനുള്ള മാനദണ്ഡം അത് സമർപ്പണത്തിൻ്റെ വഴിയിൽ വളരെ ക്ലിയറാണ്. അള്ളാഹ് പറഞ്ഞിട്ടുണ്ടോ, റസൂല് പറഞ്ഞിട്ടുണ്ടോ, അത് സ്വഹീഹായ സനദുകളിലൂടെ നമുക്ക് എത്തിയിട്ടുണ്ടോ എന്നുള്ളതായിരിക്കണം. അതിനപ്പുറത്തേക്ക് നമ്മൾ പോകുമ്പോൾ ഇത് അവസാനം എവിടേക്ക് എത്തിപ്പെടുന്നത് ഈ CH മുസ്തഫയുടെ വഴിയും ചേകനൂരിൻ്റെ വഴിയൊക്കെ അവസാനം എത്തിപ്പെടുന്നത് മതനിരാസത്തിലേക്കും അതുപോലെ തന്നെ സർവ്വമത സത്യവാദത്തിലേക്കൊക്കെയാണ്. അത് നമ്മൾ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പ്രശ്നം വളരെ ഗൗരവകരമാണ്. അദ്ദേഹം പറയുന്ന അവസാനം ചെന്ന് എത്തിപ്പെടുന്നത് എവിടേക്കാന്ന് ചോദിച്ചാൽ, നമ്മുടെ നാട്ടിലുള്ള ലിബറലുകൾ, മത വിരോധികൾ, അല്ലെങ്കിൽ പിന്നെ മതരഹിതരായിട്ടുള്ള ആളുകൾ, അവർ പറയുന്ന ധാർമ്മികതയുടെ അടിസ്ഥാനത്തിലേക്കാണ് ഇദ്ദേഹം പറഞ്ഞ അവസാനം എത്തിപ്പെടുന്നത്. അവർ പറയുന്ന, നമ്മൾ സ്ഥിരം ഡിസ്കസ് ചെയ്യുന്നൊരു കാര്യം ആയതുകൊണ്ട് അതിൻ്റെ കൂടുതൽ ഡീറ്റെയിലുകളിലേക്ക് പോകുന്നില്ല. ഇവർ ഈ മതത്തെ ഒഴിവാക്കിക്കൊണ്ട് നന്മതിന്മകൾ വേർതിരിക്കാൻ ലിബറലുകൾ പറയുന്ന ഹാം പ്രിൻസിപ്പൽ,
അതായത് ഒരു ഉപദ്രവം ഉണ്ടെങ്കിൽ അത് തിന്മയാണ് എന്ന് പറയുന്ന പ്രിൻസിപ്പളിലേക്കാണ് അവസാനം ബഹുമാന്യനായ ഷാഫി കൊല്ലം എത്തിപ്പെടുന്നത്. അദ്ദേഹം അത് പറയുന്നത് കൂടി നമുക്ക് കേൾക്കാം. ഞാൻ പറഞ്ഞു കൊടുത്ത സതുപദേശമാണ്, എൻ്റെ ജീവിതാനുഭവത്തിൽ നിന്നുകൊണ്ട് എൻ്റെ മക്കൾക്ക് 3 പേർക്കും ഞാൻ പറഞ്ഞു കൊടുത്ത സതുപദേശമാണ് സൂഫി ചിന്തകനായ ബഹുമാന്യനായ അദ്ദേഹം ഇവിടെ വിവരിച്ചത്. നിങ്ങൾ ജീവിതത്തിൽ ഏത് മാർഗവും സ്വീകരിച്ചോളൂ, എന്തും നിങ്ങൾക്ക് ബോധ്യപ്പെട്ടതിൽ നടന്നോളൂ, പക്ഷേ അത് സമൂഹത്തിനോ മറ്റൊരു വ്യക്തിക്കോ ഉപദ്രവകരമാകുന്ന രീതിയിലേക്ക് മാറാൻ പാടില്ല. നിങ്ങൾക്ക് ബോധ്യപ്പെട്ടതിൽ നിങ്ങൾക്ക് സഞ്ചരിക്കാം, പക്ഷേ അത് മറ്റുള്ളവരെ അടിച്ചേൽപ്പിച്ചിട്ടോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് അരാജകമാകുന്ന രീതിയിലേക്കോ മാറാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ മറ്റുള്ളവർക്ക് ഉപദ്രവം ഉണ്ടാക്കുന്നത് അത് പാടില്ല, ഉപദ്രവം ഉണ്ടാക്കാത്ത ഏത് വഴിയും നിങ്ങൾ സ്വീകരിച്ചോളൂ എന്ന് പറയുന്നതിനെയാണ് നമ്മൾ ഹാം പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ അവസാനം ഇതിനൊക്കെ ഈ രൂപത്തിൽ മതനവീകരണം അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് അവസാനം എത്തിപ്പെടുന്നത് ഈ പറഞ്ഞ മതരഹിതമായ ധാർമ്മിക വീക്ഷണത്തിലേക്കാണ്. ഇവിടെ ഇത് പറഞ്ഞതിൽ തെറ്റൊന്നുമില്ല കേട്ടോ, ഇതിൽ പറഞ്ഞതിൽ ആ ആശയത്തിൽ തെറ്റൊന്നുമില്ല. സമൂഹത്തിനും അതുപോലെ തന്നെ മറ്റുള്ളവർക്കും ഉപദ്രവം ഉണ്ടാക്കുന്നത് തിന്മ തന്നെയാണ്. പക്ഷേ ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എന്താണ് ആ ഉപദ്രവം, എങ്ങനെയാണ് നമുക്ക് ആ ഉപദ്രവമാണെന്ന് മനസ്സിലാവുക എന്നുള്ളതാണ്. അവിടെയാണ് പ്രശ്നം. കാരണം നമ്മളിങ്ങനെ നോക്കുമ്പോൾ പലപ്പോഴും നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്, പല വിഷയങ്ങളിലും ആളുകൾ ചിന്തിക്കുക ഇതുകൊണ്ടിപ്പോൾ എന്താ ഉപദ്രവം, അതുകൊണ്ട് അത് ശരിയാണെന്നാണ് വിശ്വസിക്കുക. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ തിരുവനന്തപുരത്ത് ഒരു CET കോളേജുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിവാദത്തിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മൾ കണ്ടിരുന്നു. അവിടെ ആൺകുട്ടികളുടെ മടിയിൽ പെൺകുട്ടികൾ ഇരിക്കുന്ന ഒരു സമരം, മടിയിലിരിക്കൽ സമരം നടന്നു. അപ്പോൾ അന്ന് പ്രധാനമായിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ കത്തി നിന്ന ഒരു ചോദ്യം, പെൺകുട്ടികൾ ആൺകുട്ടികളുടെ മടിയിൽ ഇരുന്നാൽ എന്താണ് പ്രശ്നം, ആകാശം ഇടിഞ്ഞു പൊളിഞ്ഞു വീഴുമെന്നാണ്. അപ്പോൾ അവിടെ ഇദ്ദേഹം പറഞ്ഞ ഈ ഒരു ലോജിക്ക് അവിടേക്ക് എടുത്ത് നോക്കുക, ഉപദ്രവം ഉണ്ടാക്കുന്നതാണ് തിന്മ. അങ്ങനെയാണെങ്കിൽ ആ പെൺകുട്ടികൾ ആൺകുട്ടികളുടെ മടിയിലിരുന്നാൽ എന്തെങ്കിലും ഉപദ്രവം ഉണ്ടാകുന്നുണ്ടോ? നമ്മളിങ്ങനെ നോക്കുമ്പോൾ കാര്യമായ ഉപദ്രവമൊന്നും ഇല്ലല്ലോ, കാര്യമായ ആകാശം ഇടിഞ്ഞു പൊളിഞ്ഞു വീണിട്ടില്ല, ഭൂമി കുലുങ്ങിയിട്ടില്ല, ഒന്നും സംഭവിച്ചിട്ടില്ല. അതുകൊണ്ടത് പ്രശ്നമില്ല എന്നാണ് പൊതുവിൽ എന്ത് ചെയ്യുക ഇത്തരക്കാരായ ആളുകൾ വിലയിരുത്തുക. DJ പാർട്ടിക്ക് പോയി അവിടെ തുള്ളിക്കളിച്ചു, എന്താ പ്രശ്നം, ആകാശം ഇടിഞ്ഞു പൊളിഞ്ഞു വീണോ? ഇപ്പം ഈ ചോദ്യം നമുക്ക് പലതിലും ചോദിക്കും. ഇപ്പോൾ ഒരാൾ വ്യഭിചരിച്ചു, ആകാശം ഇടിഞ്ഞു പൊളിഞ്ഞു വീഴുവോ? ഒരാൾ ലഹരി ഉപയോഗിച്ചു, ആകാശം ഇടിഞ്ഞു പൊളിഞ്ഞു വീഴുവോ? ഇല്ലല്ലോ. അപ്പോൾ നമ്മൾ നോക്കേണ്ടത് പല വിഷയങ്ങളുടെയും ഉപദ്രവം ഒരുപക്ഷെ നമുക്ക് നേരിട്ട് കണ്ടോളന്നില്ല. പലതിൻ്റെയും ഉപദ്രവം നമുക്ക് മനസ്സിലാകുന്നത് ചിലപ്പം പലതിൻ്റെയും ഇൻസ്റ്റൻറ്റ് ഹാം ആയിരിക്കില്ല, ഒരുപാട് കാലങ്ങൾക്ക് ശേഷമായിരിക്കും അത് മനസ്സിലാവുക. ഉദാഹരണത്തിന് ലഹരി കുടിച്ച ഉടനെ തന്നെ ചിലപ്പം ഒന്നും സംഭവിച്ചോളന്നില്ല, ഒരുപാട് വർഷങ്ങൾ എടുത്തിട്ടായിരിക്കും ആ വ്യക്തിക്ക് തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുക. ഈ പറഞ്ഞ അവിഹിത ബന്ധങ്ങൾ, അതുകൊണ്ടിപ്പോൾ അത് ചെയ്യുമ്പോൾ തന്നെ ഒന്നും സംഭവിക്കൊന്നുമില്ല, പക്ഷേ ഒരുപാട് കാലങ്ങൾക്ക് ശേഷമായിരിക്കും അതിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാവുക. സമൂഹത്തിൽ പ്രശ്നം ഉണ്ടാവും, കുടുംബത്തിൽ പ്രശ്നം ഉണ്ടാവും. സ്വവർഗരതി ഷാഫി കൊല്ലം വിശദീകരിക്കേണ്ടതുണ്ട്. സ്വവർഗരതി ഈ പറഞ്ഞ ന്യായം വെച്ചിട്ട് എങ്ങനെയാണ് അത് വിശദീകരിക്കുക? സ്വവർഗരതി കൊണ്ടെന്തെങ്കിലും പ്രശ്നമുണ്ടോ? അത് ചെയ്തുകൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടാവോ? ഇല്ലല്ലോ, അല്ലേ? നമ്മളിങ്ങനെ നമ്മുടെ യുക്തി വെച്ചാൽ ആലോചിക്കുമ്പോൾ. പക്ഷേ നമുക്കറിയാം സ്വവർഗരതി കൊണ്ട് ഒരുപാട് തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, സാമൂഹിക പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. അതൊക്കെ നമ്മൾ ഒരുപാട് ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ഇതൊന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇതിൻ്റെ ഒന്നും ഹാം, ആ ഒരു ഉപദ്രവം ഒരു പക്ഷേ നമുക്ക് അപ്പോൾ തന്നെ മനസ്സിലായിക്കൊള്ളുന്നില്ല. ഒരു പക്ഷേ മാസങ്ങളോ വർഷങ്ങളോ പതിറ്റാണ്ടുകളോ നൂറ്റാണ്ടുകളോ എടുത്തിട്ടായിരിക്കും പലതിൻ്റെ ഈ പ്രശ്നം മനസ്സിലാവുക. അവിടെയാണ് നമ്മൾ പറയുന്നത് ശരിയാണ്, സമൂഹത്തിനും കുടുംബത്തിനും വ്യക്തികൾക്കും ഉപദ്രവം ഉണ്ടാക്കുന്നത് നമ്മൾ ഒഴിവാക്കണം. പക്ഷേ ആ ഉപദ്രവം മനസ്സിലാക്കാൻ പരിപൂർണമായി നമുക്ക് സാധ്യമല്ല. കാരണം നമ്മുടെ അറിവിന് പരിമിതികളുണ്ട്. നമുക്ക് കാണാനും കേൾക്കാനും ഒക്കെ പരിമിതി ഉള്ളതുപോലെ നമുക്ക് ചിന്തിക്കുന്നതിനും അറിവിനും പരിമിതിയുണ്ട്. ആ പരിമിതികൾ ബോധ്യപ്പെടുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ ഈ പരിമിതമായ അറിവ് വെച്ചിട്ടല്ല നമ്മൾ ഇതിനെക്കുറിച്ചൊക്കെ ആലോചിച്ചിട്ട് ഇത് തിന്മയാണ്, ഇത് ശരിയാണ്, ഇത് ഇവിടെ DJ പാർട്ടിക്ക് എല്ലാ മതസ്ഥരുണ്ടല്ലോ അത് ശരി, കള്ളുകുടിക്കാൻ എല്ലാ മതസ്ഥരുണ്ടല്ലോ അത് ശരി എന്ന് നമ്മുടേതായ ഈ പരിമിതമായ യുക്തി വെച്ചിട്ടല്ല ഇത് ശരിയും തെറ്റും വേർതിരിക്കേണ്ടത്. മറിച്ച് നമ്മൾ വളരെ ക്ലിയർ ആയിക്കൊണ്ട് ആ പരിമിതികളൊന്നുമില്ലാത്ത, അറിവിനോ കഴിവിനോ ഒരു പരിമിതികളില്ലാത്ത, നമ്മെ സൃഷ്ടിച്ച, നമ്മെ പരിപൂർണമായി അറിയുന്ന, നമ്മളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആ പടച്ച തമ്പുരാൻ, ആ ഏക സൃഷ്ടാവ്, ആ അള്ളാഹു എന്തു പറഞ്ഞു? ആ അള്ളാഹുവിനാണ് ഈ ഉപദ്രവമൊക്കെ അറിയാം. ചിലതിൻ്റെയൊക്കെ ഉപദ്രവം നമുക്കൊരു പക്ഷേ ഉൾക്കൊള്ളാൻ സാധിച്ചോളുന്നില്ല, നമുക്ക് മനസ്സിലായിക്കൊള്ളുന്നില്ല. അതെല്ലാം പരിപൂർണമായി അറിയുന്ന, ഉപദ്രവമുണ്ടോ ഇല്ലേ എന്ന് പരിപൂർണമായി അറിയുന്ന, എത്രത്തോളം ഉപദ്രവമുണ്ട് എന്ന് പരിപൂർണമായി അറിയുന്ന ആ പടച്ചോൻ പറഞ്ഞതാണ് ധാർമ്മികതയുടെ അടിസ്ഥാനം എന്ന ഒരു തിരിച്ചറിവിലേക്ക് സത്യാന്വേഷണം
അവിടേക്ക് എത്തിപ്പെടണം എന്നുള്ളതാണ് വളരെ വിനയത്തോടു കൂടി ബഹുമാന്യനായ ഷാഫി കൊല്ലത്തോട് പറയാനുള്ളത്. അപ്പോൾ അന്വേഷണം എവിടെയെങ്കിലും ഒരു CH മുസ്തഫയുടെ മുആവിയ കഥയിലോ അല്ലെങ്കിൽ ഷിയാക്കളുടെ മുആവിയ കഥയിലോ അവസാനിപ്പിക്കാതെ ആ സത്യാന്വേഷണം തുടരുകയും ഈ വളരെ കൃത്യമായി ചരിത്രപരമായിട്ടുള്ള വസ്തുനിഷ്ഠമായ അന്വേഷണങ്ങളിലേക്ക് കൂടുതൽ കടക്കണം എന്നുള്ളതാണ് ബഹുമാന്യനായ ഷാഫി കൊല്ലത്തോട് പറയാനുള്ളത്. ഇപ്പോൾ അവസാനം പറഞ്ഞ ഈ ഒരു കാര്യം, നമ്മൾ മതനവീകരണത്തെക്കുറിച്ചാണല്ലോ ഈ പ്രസംഗം തന്നെ. അപ്പോൾ ഈ മതം നവീകരിക്കണം, എന്തിൻ്റെ അടിസ്ഥാനത്തിൽ നവീകരിക്കൂ? അതാണല്ലോ ചോദ്യം. ഓക്കെ, ഒരു കാര്യം നമ്മൾ നവീകരിക്കുക എന്ന് പറയുമ്പം അത് ഏതെങ്കിലും ഒരു ബേസിലായിരിക്കും, ഇന്നത് വെച്ചിട്ട് ഇന്ന സ്റ്റാൻഡേർഡ് വെച്ചിട്ടായിരിക്കും നമ്മളത് നവീകരിക്കുക. അല്ലാതെ തോന്നിയതൊക്കെ ചെയ്യാന്നുള്ളതല്ലോ നവീകരണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഏതാണ് ആ സ്റ്റാൻഡേർഡ്? അതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഒന്ന് ചിന്തിച്ച് നോക്കണം. മതം നവീകരിക്കണം എന്ന് പറയാൻ ഭയങ്കര എളുപ്പമാണ്. അപ്പം ദൈവികമായ മാർഗനിർദ്ദേശങ്ങളെ നമ്മൾ നവീകരിക്കാൻ പോവാണ്. എന്തടിസ്ഥാനത്തിലാണ് നവീകരിക്കാൻ പോകുന്നത്? മനുഷ്യൻ്റെ ബുദ്ധി വെച്ചിട്ടാണോ? മനുഷ്യൻ്റെ ആലോചനകൾ വെച്ചിട്ടാണോ? മനുഷ്യൻ്റെ പരിമിതമായ യുക്തി വെച്ചിട്ടാണോ? എന്താണ് ആ നവീകരിക്കാനുള്ള സ്റ്റാൻഡേർഡ്? ആ ബേസ് എന്താണ്? അത് ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ അത്തരത്തിലുള്ള ചർച്ചകളും അന്വേഷണങ്ങളും ഒക്കെ കൂടുതലായി നടക്കട്ടെ. ബഹുമാന്യനായ ഷാഫി കൊല്ലത്തിന് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കും അത് നേരിട്ട് എന്ത് ചെയ്യാം, ചർച്ച ചെയ്യാം. ഇവിടെയുള്ള സീറ്റൊക്കെ താങ്കൾക്ക് വേണ്ടി ഒഴിച്ചു വെച്ചിട്ടുണ്ട്. നമുക്ക് നേരിട്ട് തന്നെ അത്തരത്തിലുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യാനും ഒക്കെ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കതാവാവുന്നതാണ്. ഏതെങ്കിലും ഒരു കഥയിൽ കുരുങ്ങിപ്പോകേണ്ടതല്ല, കുടുസായി പോകേണ്ടതല്ല സത്യാന്വേഷണം എന്നുള്ളത് കൂടി സൂചിപ്പിച്ചുകൊണ്ട് കൂടുതൽ വിഷയങ്ങൾ നമുക്ക് അടുത്ത വീഡിയോകളിൽ ഡിസ്കസ് ചെയ്യാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.